തിരുവിതാംകൂറിൻ്റെ സാംസ്കാരിക കലാചരിത്രത്തിൻ്റെ അവിഭാജ്യ ഘടകമായ തിരുവിതാംകൂർ സഹോദരിമാരിൽ ഏറ്റവും പ്രശസ്തയായ ശ്രീമതി പത്മിനിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ ഭാഷാ ചിത്രങ്ങളിലും അഭിനയിച്ച നടി, തെക്കേ ഇന്ത്യയിലെ പ്രശസ്തയായ നർത്തകിമാരിൽ ഒരാൾ. ഇപ്പോൾ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ ശ്രീമതി പത്മിനിക്ക് കേരളവും താൻ ജനിച്ചു വളർന്ന ഈ തിരുവനന്തപുരവുമൊക്കെ ഒരുപാട് ഓർമ്മകളുടെ കലവറയാണ്. ആ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ അവർക്ക് പ്രിയപ്പെട്ട ഒരുപാട് പേർ ഇന്നത്തെ സമാഗമത്തിനെത്തിയിട്ടുണ്ട്. സ്വാഗതമോദാം നമ്മുടെ പ്രിയങ്കരിയായ അതിഥിക്ക്, ശ്രീമതി പത്മിനി. ഒരുപാട് പേരും പെരുമയൊക്കെ തന്നിട്ടുണ്ട് ഈ കേരളം. പക്ഷേ ജോലിയിൽ നിന്നൊക്കെ വിരമിച്ച് കേരളം വിട്ട് അമേരിക്കയിൽ പോയി ഒരുപാട് കാലമായി അവിടെ സെറ്റിൽ ചെയ്ത് ഇപ്പോൾ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി അമേരിക്കയിൽ നിന്ന് ഇവിടം വരെ വന്നു. പെട്ടെന്ന് കേരളത്തിലേക്ക് വന്ന് ഇറങ്ങുമ്പോൾ എന്തൊക്കെയാണ് ഈ നാടിനെക്കുറിച്ചുള്ളൊരു ഓർമ്മകൾ തോന്നുന്നത്? പഴയ ഓർമ്മകൾ എത്ര തന്നെ. ആക്ച്വലി അമേരിക്കയിൽ നിന്ന് വന്നത് എൻ്റെ ലളിതയുടെ ഗ്രാൻഡ് സൺ കൃഷ്ണൻ്റെ എൻഗേജ്മെൻറ്റാണ് വന്നത്. ദാറ്റ് വാസ് ജാനുവരി 24 ആയിരുന്നു. അത് കഴിഞ്ഞു. പിന്നെ ഈ സുമാരി പറഞ്ഞു ഈ പരിപാടിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ സമ്മതിച്ചു. ഏതായിരുന്നാലും ട്രിവാൻഡ്രത്ത് വന്നിട്ട് കുറേ നാളായി. ട്രിവാൻഡ്രമാണ് ഞാൻ ജനിച്ച സ്ഥലം. ഞങ്ങളുടെ ഫാമിലി ഒരു അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയാണ്. അപ്പോൾ ആരും ഡാൻസും, ഞങ്ങളുടെ കുടുംബത്തിൽ ആരും ഡാൻസറും അല്ല, ഒന്നുമല്ല. പക്ഷേ ഭയങ്കര ഡാൻസുമായിട്ട് ആർട്ടുമായിട്ട് ഭയങ്കര ഫാസിനേഷൻ ഉണ്ടായിരുന്നു എൻ്റെ ആർട്ടിന്. അത് വന്ന് എൻ്റെ അമ്മയുടെ ചേട്ടത്തിയാണ്. ഒരു പേര് മിസ്സസ് പി കെ പുള്ളി എന്നാണ്. അവരാണ് എന്നെ എൻകറേജ് ചെയ്തത് ഡാൻസ് പഠിക്കാനായിട്ട്. എങ്ങനെ ഡാൻസ് കേരളത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ, അപ്പോൾ ദിവാൻ സർ സി പി രാമസ്വാമിയായിരുന്നു. അദ്ദേഹമാണ് ഇങ്ങനെ ഈ ആർട്ടിനെ പ്രൊമോട്ട് ചെയ്തത്. ഗുരു ഗോപിനാഥന് നർത്തകലാലയം ഒരു സ്കൂള് തുടങ്ങിക്കൊടുത്തു, ട്രിവാൻഡ്രത്ത് തുടങ്ങിക്കൊടുത്തു. അപ്പം അന്നൊക്കെ ഈ കുടുംബത്തിൽ നിന്ന് അങ്ങനെ പോയി പഠിക്കുമ്പോൾ ഒരുപാട് എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു അന്നൊക്കെ? ഇല്ല, ഞങ്ങളുടെ കുടുംബത്തിലില്ലായിരുന്നു. ശരി. എല്ലാവരും എൻകറേജ് ചെയ്തു. അപ്പോൾ ഗുരു ഗോപിനാഥൻ്റെ അടുത്ത് ചേർക്കാൻ അങ്ങനെ കാരണം എന്ന് പറഞ്ഞാൽ, പത്മ സുബ്രഹ്മണ്യത്തിൻ്റെ ഫാദർ കെ സുബ്രഹ്മണ്യം, ഡയറക്ടർ, അദ്ദേഹം കേരളയിൽ വരുമായിരുന്നു, ട്രിവാൻഡ്രത്ത് വരുമായിരുന്നു, വിഷ്വൽ എഡ്യൂക്കേഷൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വീട്ടിൽ വന്നു എൻ്റെ ആൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞു, ഇതുമാതിരി നിങ്ങൾ കഥകളി മാത്രം പഠിച്ചാൽ പോരാ, ഭരതനാട്യം പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതുമാതിരി തിരുവിടമരുതൂർ മഹാലിംഗം പിള്ള എന്നൊരു ഭരതനാട്യം ഗുരുവുണ്ട്, മഹാലിംഗം പിള്ള, ഈസ് ഫ്രം തിരുവിടമരുതൂർ. അദ്ദേഹത്തിന് വീട്ടിൽ വരുത്തി. ഞങ്ങളുടെ വീട്ടിൽ താമസിച്ച് 2 വർഷം പഠിച്ചു. 10 വയസ്സിൽ അരങ്ങേറ്റം ചെയ്തു. എവിടെയെന്ന് പറഞ്ഞാൽ വിജയ് ടൗൺ ഹാളിൽ. സോ മെനി പീപ്പിൾ കെയിം, ഈവൻ മഹാരാജ ടാൻപൂർ കെയിം. കുറേ നാൾ കഴിഞ്ഞിട്ട് വഞ്ചി പൂർ ഫണ്ട് എന്നൊരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് പ്രിസൈഡഡ് ബൈ ഫേമസ് കലൈവാണർ NS കൃഷ്ണൻ. അദ്ദേഹം വന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യ TA മധുരം, രണ്ടുപേരും പ്രിസൈഡ് ചെയ്യാൻ വന്നു. അപ്പോൾ എനിക്കൊരു 10-11 വയസ്സ് കാണും. പാരിജാത പുഷ്പാവതരണം, ഒരു ഡാൻസ് ഡ്രാമ ഗുരു ഗോപിനാഥ് കമ്പോസ് ചെയ്തു. എനിക്ക് നാരദരുടെ വേഷമായിരുന്നു അതിൽ. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു ചെയ്യാനായിട്ട്. പിന്നെ കൃഷ്ണനായിട്ട് കുമാരി ലക്ഷ്മി എന്നൊരു കുട്ടി, പിന്നെ ഒരു ഐജിയുടെ മകൾ ആണ് സത്യഭാമ രുക്മിണിയായിട്ട് ആക്ട് ചെയ്തത്. ആ പെർഫോമൻസ് പ്രിസൈഡ് ചെയ്യാൻ NS കൃഷ്ണൻ വന്നല്ലേ, അദ്ദേഹം പെർഫോമൻസ് കണ്ടിട്ട് ബാക്ക് സ്റ്റേജിൽ വന്നു. ഒരു വലിയ കപ്പ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ആക്ച്വലി കപ്പ് കൊടുക്കേണ്ടത് നാരദനാണ്, എന്നാലും എല്ലാവരും പറയണല്ലോ കൃഷ്ണനായിട്ട് അഭിനയിച്ച കുട്ടി കൊടുക്കുന്ന, അതുകൊണ്ട് ഞാൻ കൊടുക്കണമെന്ന് കൊടുത്തു. ദേവലോകത്തിൽ നിന്ന് വന്ന നാരദൻ മരിയിരിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ തോളി വെച്ചിട്ട് പറഞ്ഞു, എന്തെങ്കിലും ഒരു ദിവസം നീ വലിയ ആർട്ടിസ്റ്റായിട്ട് വരുമെന്ന് പറഞ്ഞ് എന്നെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പിക്ചറിൽ തന്നെ 8 വർഷം കഴിഞ്ഞ് എനിക്ക് ഹീറോയിനായിട്ട് ചാൻസ് തന്നു.
ഓ ശരി. ആ പടമാണ് മണമകൾ എന്ന് പറഞ്ഞ പടം. അതാണോ ആദ്യമായിട്ട് സിനിമയിലേക്ക് വരുന്നത്? ആദ്യമായിട്ട് ഹീറോയിനായിട്ട് അഭിനയിച്ചത്. അപ്പോൾ എനിക്കൊരു 17-18 വയസ്സേ ഉള്ളൂ. അപ്പോൾ സാരി ഒന്നും എടുക്കാൻ അറിഞ്ഞൂടാ. അപ്പോൾ മധുരക്കാന്നാണ് ഞാൻ വിളിക്കുന്നത്. സാരി എല്ലാം പാവട മാതിരി തച്ച് വയ്ക്കും, ഒരു നാടയിട്ട് കെട്ടും, അവരെ ഡ്രസ് ചെയ്ത്. അപ്പം അന്ന് ലളിതാക്കൻ സിനിമയിൽ അഭിനയിച്ചു. ലളിതക്കനും ഉണ്ട് ആ സിനിമയിൽ. ആ ശരി. മലയാള സിനിമകളിലേക്ക് പിന്നീട് വരുന്നത്? അല്ല, മലയാളം സിനിമ ഞങ്ങൾ പക്ഷിരാജയുടെ പ്രസന്നയിൽ ആക്ട് ചെയ്തു. അല്ല, അത് കഴിഞ്ഞ ഉടനെ പിന്നെ മദ്രാസിലേക്ക് താമസം മാറ്റി പോയി. എല്ലാവരും പോയി. അല്ല, മദ്രാസിൽ താമസം മാറ്റിയത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഹോളിഡേയ്സ് വരുമ്പോൾ ബോംബെ പോവും. ബോംബെയിൽ എൻ്റെ അങ്കിളുണ്ട്. ഹി വാസ് ദ കമാൻഡർ ദ നേവി. അപ്പോൾ ഉദയശങ്കർ വന്ന് അൽമോഡയിലെ സ്കൂളെല്ലാം പൂട്ടിയിട്ട് ഹീ കെയിം ടു ബോംബെ. അദ്ദേഹം എൻ്റെ അങ്കിളിൻ്റെ നെയ്ബറായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബോംബെ പോയിരിക്കുകയായിരുന്നു ഗുരു ഗോപിനാഥൻ്റെ പല പ്രോഗ്രാമുകൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ദിവസം എൻ്റെ അങ്കിൾ ഇൻവൈറ്റ് ചെയ്തു ഉദയശങ്കറിനെ. അപ്പോൾ പറഞ്ഞു എൻ്റെ നീസസ് ഡാൻസസാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഡാൻസ് എന്ന് ചോദിച്ചു. ഞങ്ങൾ ഡാൻസ് ചെയ്തു. ഐ ഡിഡ് പാഹി പർവ്വത നന്ദിനി ഡാൻസും ലളിത ഞാനും കൂടെ ഒരു ശബ്ദം ചെയ്തു. അപ്പോൾ പറഞ്ഞു ഞാൻ മദ്രാസിൽ പോയി ഒരു കൽപ്പന, അത് ഹിന്ദി ഫിലിമായിരുന്നു, ഉദയശങ്കർസ് കൽപ്പന. അതിലാണ് എടുക്കാൻ പോണു, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ശരി, നമ്മൾ തിരിച്ച് ട്രിവാൻഡ്രത്ത് വന്നിട്ട് ലെറ്റർ എഴുതി. അപ്പോൾ നമ്മൾ മദ്രാസിൽ വന്നു. അതാണ് ഫസ്റ്റ് ഫുൾ ലെങ്ത് ഡാൻസ് മൂവി. ഡയലോഗ്സ് ഒന്നുമില്ല, ഡാൻസ് മാത്രമേ, നൃത്തത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സിനിമ. അതെ. പിന്നെ അപ്പോൾ ഒന്ന് ടേപ്പ് മ്യൂസിക് ഒന്നുമില്ല, എല്ലാം ലൈവാണ്. പാടുന്നവരും അതേ സമയത്ത് തന്നെ ഇരുന്ന് പാടുക. അത് തന്നെ പാട്ടുണ്ട്. പല ടൈപ്പ് ഓഫ് ഡാൻസസ് ഉണ്ട്. മണിപ്പൂരി, കഥകളി, ഭരതനാട്യം എല്ലാം. ഇറ്റ്സ് എ മിക്സ്. ഉദയശങ്കർ സ്റ്റൈലാണ്. അപ്പോൾ നമ്മുടെ ശിലാലി എന്ന് പറഞ്ഞു, അദ്ദേഹം മ്യൂസിക് ഡയറക്ടറാണ്. രവിശങ്കർ വായിക്കും, സിതാർ വായിക്കും ലൈവ്. അപ്പോൾ സിതാർ വായിക്കുമ്പോഴത്തേക്കും ഒരു ട്യൂൺ വായിക്കും. ആ ട്യൂൺ എങ്ങനത്തെ ട്യൂണാണെന്ന് നമ്മൾ ഗസ് ചെയ്യണം. എന്നിട്ട് അതിനെ നമ്മൾ കമ്പോസ് ചെയ്യണം, ഇംപ്രവൈസേഷൻ. അപ്പോൾ ആ ഏജിൽ ഇങ്ങനെ കമ്പോസ് ചെയ്യണം. ദാറ്റ് വാസ് എ ഗുഡ് ട്രെയിനിങ് എനിവേ. അപ്പോൾ ഒരു പ്രത്യേക ഡാൻസ് മാസ്റ്റർ ഒരു സ്റ്റെപ്പ് പഠിപ്പിച്ചു തരുന്നതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ സ്വന്തം ഇംപ്രവൈസേഷനും എല്ലാം കൂടെ മിക്സ് ആയിരുന്നു. എൻ്റെ അമല ശങ്കർ ഈസ് ടു ഡു കോസ്റ്റ്യൂം. അപ്പോൾ എല്ലാം സിപ്പില്ല, ഒന്നുമില്ല, എല്ലാം ഹുക്ക്. അങ്ങനെ ഒരു സാരി കംപ്ലീറ്റ് ആയിട്ട് അവർ ഉടുക്കും, കട്ട് ചെയ്യില്ല, അങ്ങനെ ഉടുക്കും. പിന്നീട് മലയാള സിനിമ ആദ്യം ഏതായിരുന്നു അഭിനയിച്ചത്? മലയാള സിനിമ ഇത് പ്രസന്ന. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ ഞങ്ങൾക്ക് പ്രിയങ്കരമായ ഒരുപാട് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു അല്ലേ? വിവാഹിത, അധ്യാപിക. വിവാഹിത ആണ് ഞാൻ. സ്നേഹസീമ സ്നേഹ അസോസിയേറ്റ്സിൻ്റെ, അതാണ് സത്യന് ഞാൻ ആക്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് കല്യാണം കഴിയുന്ന സീനായിരുന്നു. അത് രാത്രിയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ക്യാമറമാൻ ഒരു നായർ ആരോ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ കൈ കൊടുക്കുന്ന മാതിരി ഷോട്ട് സൂം ചെയ്തു. അപ്പോൾ സത്യൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ കുറേ പാൻ കേക്ക് ഉണ്ടെന്ന്. പപ്പിമ്മയുടെ കൈ വെളുത്തിരിക്കണു, എൻ്റെ കൈ കറുത്തിരിക്കണം. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞാണ് വിവാഹിത ആക്ട് ചെയ്തത്. ആ വിവാഹിതയിൽ മാത്രമേ ഞാൻ പ്രേംനസറിൻ്റെ കൂടെ ആക്ട് ചെയ്തുള്ളൂ. അതിൽ ഫേമസ് പാട്ടുകളില്ല, ഒരുപാട് പാട്ടുകളുണ്ട്. അതെ, സുമംഗലി എന്ന് ഓർമ്മിക്കുന്നത്. സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു പാട്ടിൽ. അതെ. പിന്നീട് അധ്യാപിക അതിന് മുമ്പാണ്. അധ്യാപിക അതിന് മുമ്പാണ്. നീലയുടെ പടമായിരുന്നു. അതെ, കുമാരസംഭവം. അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ തന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഇന്നത്തെ ഒരു ഫിലിം മേക്കിംഗ് അല്ലല്ലോ, ഒരേ കോൾ ഷീറ്റ് അല്ലേ? രാവിലെ 7 മണി മുതൽ 1 മണി വരെ ഒരു കോൾ ഷീറ്റ്, 2 മണി മുതൽ അങ്ങനെ അല്ല. മെരിലാൻഡ് സ്റ്റുഡിയോയിൽ അങ്ങനെയല്ല. മോർണിംഗ് 10 to 6 ഒരേ സ്റ്റുഡിയോയിൽ. നമ്മൾ മദ്രാസിൽ നിന്ന് ഇവിടെ വരെയല്ലേ? അല്ല, മദ്രാസിൽ അങ്ങനെയല്ലേ? മദ്രാസിൽ അങ്ങനെ തന്നെ. അങ്ങനെ ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്. 7 to 1, 2 to 9 and 10 to 2 നൈറ്റ്. ശരി. അപ്പോൾ 2 മണിക്കാണ് ഷൂട്ടിംഗ് തീർത്ത് ഉറങ്ങാൻ പോകുന്നത്. പിന്നെ പിറ്റേന്ന് രാവിലെ 7 മണിക്ക് വരികയും വേണം. 7 മണിക്ക് വരണം. എൻ്റെ കൂടെ ഞാൻ കൂടുതൽ അഭിനയിച്ചത് ശിവാജി ഗണേശൻ്റെ കൂടെയാണ്. 60 പടം ഹീറോയിനായിട്ട് അഭിനയിച്ചു. 2 പടത്തിൽ വേറെ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഒന്ന് എതിർപാരാതും, ഒന്ന് മങ്കേർ തിലകവും. അപ്പോൾ ശിവാജി വളരെ പങ്ക്ച്വലാണ്. 7 മണി ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ 6:45 അവിടെ വന്നിരിക്കും. അപ്പോൾ ഇങ്ങനെ നോക്കും, അമ്മ റെഡിയാ? ഞാൻ പറഞ്ഞു കുറച്ച് ടൈം. പരവായില്ല, ഐ ക്യാൻ വെയിറ്റ് ഫോർ യു എന്ന് പറയും. അത് ഇന്നത്തെ കാലം വരെ എല്ലാം ഡയലോഗ്, ഭയങ്കര ലോങ് ഡയലോഗ്സാണ്. ഒക്കെ കാണാൻ പഠിക്കുകയൊക്കെ വേണ്ടേ? കാണാൻ പഠിക്കുന്നത് ഡ്രാമ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വളരെ ഈസിയാണ്.
ഞാൻ എങ്ങനെ പഠിക്കുന്നു പറഞ്ഞാൽ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ണാടിയിൽ നോക്കി കണ്ണടച്ചിരിക്കും. അപ്പോൾ പിറകെ നിന്ന് ആരെങ്കിലും പറഞ്ഞു തരും, അത് കേൾക്കും. അപ്പോൾ ഈ രാവിലെ മുതൽ ഉച്ചവരെ ഒരു കഥാപാത്രം ചെയ്തു, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് പോയിട്ട് വേറെ, നേരത്തെ അമ്മ പറഞ്ഞ പോലെ രാവിലെ ഡാൻസർ ആയിരിക്കും, പിന്നീട് ബഗറായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു? ഇല്ല, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 5 മണി വരെ ഷൂട്ട് ചെയ്തിട്ട് അത് മാത്രമല്ലല്ലോ, സ്റ്റേജ് പെർഫോമൻസിൽ പോകണ്ടേ, ഡാൻസിന് പോകണം. പിന്നെ 5 മണി വരെ ഷൂട്ട് ചെയ്തിട്ട് സ്റ്റേജ് പ്രോഗ്രാമിന് പോകണം. ഈ മേക്കപ്പിനെ വേറെ മാതിരി ആക്കണം, വേറെ മാതിരി ആക്കി സ്റ്റേജിൽ വേറെ മാതിരി മേക്കപ്പ് ഉണ്ട്, ആക്കിയിട്ട് പോയി മ്യൂസിക് അക്കാഡമിയിൽ ഡാൻസ് ചെയ്യും. ശരി. രാമായണം, വള്ളി തിരുമണം, ദശാവതാരം, ശാകുന്തളം, കൃഷ്ണലീല, സിദ്ധാർത്ഥ. ഇത് ചെയ്യുമ്പോൾ അതിനും പ്രാക്ടീസ് ഇല്ല. ഈ ഡയലോഗ് പഠിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ, അതേമാതിരി തന്നെ ഡാൻസിനും. സൈഡിൽ നിന്ന് ആരെങ്കിലും കാണിക്കും, ഞാൻ ഈ സൈഡിൽ നോക്കി അവർ ചെയ്യണ എന്തെന്ന് നോക്കും, ഈ സൈഡിൽ നോക്കി അവരെന്തെന്ന് നോക്കും, എന്നിട്ടാണ് പെർഫോം ചെയ്യുന്നത്. എങ്ങനെ പിന്നീട് മലയാളത്തിലൊന്നും ഒരു നായികമാർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് ഹിന്ദിയിലേക്കും, അതും രാജ് കപൂറിനെ പോലുള്ള വലിയ വലിയ നടന്മാരുടെ കൂടെ വലിയ നല്ല നല്ല കഥാപാത്രങ്ങൾ ഒരുപാട് ചെയ്യാനും. നാഷണൽ ഹിന്ദിയിൽ പോയിട്ടില്ല, അങ്ങനെ ആ കാലത്ത് പോയിട്ടില്ല. അക്കാലത്ത് അങ്ങനെ ഒരു ഇവിടുന്ന് പോയൊരു നായിക പോയി. അല്ല, ഇപ്പൊ വന്നാലും ഹിന്ദിയിലാരും പോയിട്ടില്ല. ആകെ ശ്രീദേവിയാണ് മലയാളത്തിൽ വന്നിട്ട് ആകെ പോയി എന്ന് പറയുന്നത് ശ്രീദേവി മാത്രമേ ഉള്ളൂ അല്ലേ? ശ്രീദേവി ബട്ട് ശ്രീദേവി മലയാളി അല്ലല്ലോ. മലയാളിയല്ല, തെലുഗു അല്ലേ? മലയാളത്തിൽ അങ്ങനെ ആരും പോയിട്ടില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ശ്രീദേവി തെലുഗു. ശോഭന അഭിനയിച്ചിട്ടുണ്ട്, ശോഭന ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അല്ല, അന്ന് അമ്മയ്ക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എങ്ങനെ കിട്ടി? അത്ര ഈ മലയാളത്തിൽ നിന്ന് പോയി തമിഴിൽ അഭിനയിച്ച് അവിടുന്ന് തെലുങ്ക് പിന്നീട് ഹിന്ദി വരെ എത്താൻ എങ്ങനെയാണ്? അതെങ്ങനെയെന്ന് പറഞ്ഞാൽ 1958 ഞങ്ങൾ യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടി റഷ്യയിൽ പോയി. അപ്പോൾ നർഗീസ് ഉണ്ടായിരുന്നു. അന്നാണ് നർഗീസിനെ കാണുന്നത്? അല്ലല്ല, നർഗീസിനെ 53 കണ്ടിട്ടുണ്ട്. നേരത്തെ പരിചയം. എങ്ങനെ പരിചയമുണ്ടെന്ന് പറഞ്ഞാൽ ചട്ട്പട്ടിൽ ഒരു ക്രിക്കറ്റ് മാച്ച് ഉണ്ടായിരുന്നു, ബോംബെ വേഴ്സസ് മദ്രാസ്. അതിൽ നർഗീസായിരുന്നു ക്യാപ്റ്റൻ, ഞാനാണ് മദ്രാസ് ക്യാപ്റ്റൻ. ശരി. ഞങ്ങൾ ട്രെയിൻ ചെയ്തായിരുന്നറിയാമോ? ജമിനി ഗണേശൻ. ഞങ്ങളുടെ വീട്ടിൽ ബാക്ക് സൈഡിൽ മുകളിൽ ഇങ്ങനെ കെട്ടി ആളുകൾ കാണാതിരിക്കാൻ വേണ്ടി ബാക്കിൽ ഇങ്ങനെ വെച്ച് ട്രെയിൻ ചെയ്തു. അപ്പോഴാണ് രാജ് കപൂറിനെ, ഞാൻ ക്യാപ്റ്റൻ, രാജ് കപൂർ, ദിലീപ് കുമാർ ഉണ്ടായിരുന്നു, സാവിത്രി ഉണ്ടായിരുന്നു, ജമിനി ഗണേശൻ ഉണ്ടായിരുന്നു, ശിവാജി ഗണേശൻ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 14 റൺസ് എടുത്തു. ആൻഡ് നർഗീസ് ഓൾസോ ടുക്ക് 14 റൺസ്. അപ്പോൾ അവരുടെ പേരെ ഞാൻ എന്തോന്നോ കള്ളക്കളി കളിക്കാനെന്ന്. അപ്പോൾ ദിലീപ് കുമാർ പറഞ്ഞു, ഷീ ഈസ് പ്ലേയിങ് ഫോൾസ് ഗെയിം എന്ന് പറഞ്ഞിട്ട് LBW, ത്രോ ഹർ ഔട്ട് ഓഫ് ദ കോർട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ എല്ലാം കൂടി തൂക്കിയായിരുന്നു. ഐ തിങ്ക് ഇറ്റ് ഈസ് 1957. അപ്പോഴേ രാജ് കപൂറിൻ്റെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു, സോ ഐ വിൽ ബി എ സൂട്ടബിൾ പേഴ്സൺ ടു ആക്ട് ആസ് ഇസ് ദ ഹീറോ ഇൻ ദിസ് ദേശ് മേ ഗംഗാ ബഹത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ രാഗിനിയും കൂടെ മോസ്കോയിൽ പോയി. മോസ്കോയിൽ എന്തിനു പോയെന്ന് പറഞ്ഞാൽ യൂത്ത് ഫെസ്റ്റിവലിന് അറ്റൻഡ് ചെയ്യാനായിട്ട്, ഓൾസോ ടു വർക്ക് ഇൻ എ മൂവി കോൾ പരദേശി, K. അബ്ബാസിൻ്റെ പടം. അപ്പോൾ ഞങ്ങൾ മോസ്കോയിൽ പോയി. ആൻഡ് അപ്പോൾ സ്റ്റേജെല്ലാം ഔട്ട്ഡോറാണ്, പുറത്താണ്, ഇറ്റ്സ് നോട്ട് എ തിയേറ്റർ, പുറത്ത്. അവിടെ കയറി ഡാൻസ് ചെയ്യണം. ഗോട്ട് ഫസ്റ്റ് പ്രൈസ് ക്ലാസിക്കൽ ഡാൻസിന് എനിക്ക് രാഗിനി കിട്ടി, ഫോക്ക് ഡാൻസിന് 3rd പ്രൈസ് കിട്ടി. എന്നിട്ട് ഞങ്ങൾ താമസിച്ചു, ഒരു ഹോട്ടലിൽ താമസിച്ചപ്പോൾ രാജ് കപൂറിൻ്റെ അച്ഛനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, ഡേവിഡ് എബ്രഹാം ഉണ്ടായിരുന്നു, ജയരാജ് ഉണ്ടായിരുന്നു. അത് പരദേശിയിൽ 3 ക്യാമറ വെച്ചാണ് എടുത്തത്, 70mm. ആ പടത്തിൽ ആക്ട് ചെയ്യുമ്പോൾ രാജ് കപൂർ വന്നു. ജാഗ്തേ രഹോ എന്നൊരു പടം കഴിഞ്ഞിട്ട് കാർലോ വിവാരി അവാർഡ് കഴിഞ്ഞ് ഗ്രാൻഡ് പ്രീ അവാർഡ് അത് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും സ്റ്റോറി എൻ്റെ അമ്മ എടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ സിനിമ എടുക്കാൻ പറഞ്ഞു, മകളെ ആക്ട് ചെയ്യാൻ ചോദിച്ചു. അമ്മ ഞാൻ തിങ്ക് ചെയ്ത് പറയാമെന്ന് പറഞ്ഞു. പിന്നീട് അത് സമ്മതിച്ചു, അങ്ങനെയാണ് ആ റോൾ ചെയ്യാനായിട്ട് ഹിന്ദിയിൽ. അപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ രാജ് കപൂർ ഭയങ്കര പോപ്പുലറാണ് റഷ്യയിൽ. അതെ, എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പടമാണ് ആദ്യമായിട്ട് അവിടെ സ്ക്രീൻ ചെയ്തത്, അവാര. അപ്പോൾ എൻ്റെ സിസ്റ്റർ രാഗിനി പറഞ്ഞു, രാജു ഭയ്യ ടേക്കസ് ടു ക്രാംബ്ലിൻ, ബുൾഗാനിയൻ കൃഷവിനെ കാണാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കൊണ്ടുപോയി, സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് കൊണ്ടുപോയപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല ഒരു ആർട്ടിസ്റ്റിനെ ഇങ്ങനെ ക്രേസ്.
രാജ് കപൂർ അല്ലേ? തൂക്കി ടോസിങ്, മോളി തൂക്കിയിട്ട് പിടിക്കുന്നു. അയാളുടെ ടൈ ഒരു സൈഡിൽ, സോക്സ് ഒരു സൈഡിൽ, ഷൂ ഒരു സൈഡിൽ. അങ്ങനത്തെ അഡ്മിറേഷൻ. അവിടെ പോയാൽ ചോദിക്കും, ആർ യു ഫ്രം രാജ് കപൂർ കൺട്രി, ആർ യു ഫ്രം നെഹ്റു കൺട്രി ചോദിക്കും. അത്ര പോപ്പുലർ. എന്നിട്ട് പോയപ്പോഴത്തേക്കും കുർസേവിയും ബുൽഗാനിയും എണീറ്റ് നിന്ന് അവരുടെ നാഷണൽ ആംത്ത് നിർത്തിയിട്ട് അവാരാഹും വായിച്ചു. അവാര എന്ന് പറയാൻ ബ്രദിയാഗോ. ബ്രദിയാഗോ മീൻസ് വാഗബൗണ്ട്. ബ്രദിയാഗോ ദാ ബ്രദിയാഗോ ദാന്ന് വെക്കും. പിന്നീടാണ് ഹിന്ദി സിനിമയിൽ അറിയപ്പെടുന്നത്. അതെ, അപ്പോഴാണ് തിരിച്ച് വീട്ടിൽ വന്ന് അമ്മയെടുത്ത് പറഞ്ഞു. അതുവരെ 16 years ആയിട്ട് ഹീറോയിൻ നർഗീസ് ആയിരുന്നു ആർക്കയിൽ. നർഗീസ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് എൻട്രി ചെയ്ത സൗത്ത് ഇന്ത്യൻ ആക്ട്രസ് ഞാനാണ്. പിന്നീട് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ ഒരുപാട് ആളുകൾ ഫേമസ് ആയിട്ടുള്ള ആക്ട്രസും ആക്ടേഴ്സും ഒക്കെ ആയിട്ട്. ലളിത ഇസ് എ ഗ്രേറ്റ് ആക്ട്രസ്. മീ, രാഗിണി, ഐ എം നോട്ട് ദാറ്റ് ഗ്രേറ്റ് എനിവേ. ആൻഡ് ചന്ദ്രകുമാർസ് ഡോട്ടർ, ചന്ദ്രകുമാറിൻ്റെ ബ്രദറാണ്, ഡോട്ടർ ശോഭനയാണ്. ആൻഡ് മൈ കസിൻ, ഫസ്റ്റ് കസിൻ ഇസ് അംബിക. എൻ്റെ ആൻറ്റിൻ്റെ മകളാണ്. സുകുമാരി ഇസ് മൈ അങ്കിൾസ് ഡോട്ടർ. ആൻഡ് വിനീത് എൻ്റെ ഹസ്ബൻഡ്സ് ബ്രദേഴ്സ് സൺ ആണ്. ആൻഡ് ദെൻ ഐ ഹാവ് കൃഷ്ണ ഇസ് ദ ലളിതാസ് ഗ്രാൻഡ് സൺ. ഓ, ലളിതയുടെ മകളുടെ മകനാണ്. മകളുടെ മകനാണ്. നമുക്ക് പുതിയ തലമുറയിൽപ്പെട്ട കൃഷ്ണയ്ക്ക് എന്താണ് അമ്മയെക്കുറിച്ച് പറയാനുള്ളത്? ഒരിക്കലും ഒന്നിച്ച് അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട് അഭിനയിച്ചില്ല? അല്ല, ഇതുവരെ അഭിനയിക്കാനുണ്ടായിട്ടില്ല. ഇനി അതിനുള്ള ചാൻസസ് കിടക്കുന്നു. അപ്പോൾ എന്താണ് ഈ അമ്മയെപ്പറ്റി പറയാനുള്ളത്? അല്ലേ, ചെറുപ്പം മുതലേ അവൻ ഓർമ്മ വയ്ക്കുമ്പോൾ മുതൽ കണ്ടിട്ടുള്ള ഈ തൻ്റെ അമ്മയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. നമുക്ക് ക്ഷണിക്കാം നമ്മുടെ യുവനായകരിൽ ശ്രദ്ധേയനായ കൃഷ്ണ. ഹലോ കൃഷ്ണ. കൃഷ്ണ നീ ബേഗനെ വരൂ, കൃഷ്ണ നീ ബേഗനെ വരൂ. നല്ല ജോളിയായി. എൻഗേജ്മെന്റ് എല്ലാം കഴിഞ്ഞില്ല? വേറെ ലുക്ക് ഉണ്ട് ഇപ്പോഴേ. എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ? പിന്നെ അതിനല്ലേ ഞാൻ വന്നത്. അത് ശരി. ജാനുവരി 26 ജാൻ 26. എവിടെയാണ് വധു? എറണാകുളത്താണ്, വക്കീലാണ്. ഓ, വെരി ഗുഡ്. നല്ല ഹൈറ്റും ഉണ്ട്. കൃഷ്ണന് നല്ല യോജിച്ചത്. ഒരുപാട് പെൺകുട്ടികൾ ഇപ്പൊ വിഷമിക്കുന്നുണ്ടാവും. അയ്യോ, അങ്ങനെയൊന്നും പറഞ്ഞേക്കല്ലേ. പറഞ്ഞാ പ്രോബ്ലം വരും. കല്യാണം കഴിക്കാൻ പോകണമെന്നൊക്കെ അറിയുമ്പോൾ ഒരുപാട് പെൺകുട്ടികൾ വിഷമിക്കും. പോട്ടെ. എന്നാണ് ആദ്യം ഈ പത്മിനി എന്ന് പേരുള്ള നടിയെ കാണുന്നതെന്ന് ഓർമ്മയുണ്ട്? ഏതെങ്കിലും സിനിമയിലാണോ ആദ്യം കാണുന്നത്, അതോ നമ്മൾ? സിനിമയിൽ ഒത്തിരി കണ്ടിട്ടുണ്ട് ഞാൻ. പക്ഷേ എൻ്റെ അനുഭവം എന്ന് വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം എൻട്രി ചെയ്യുന്ന എൻ്റെ അമ്മൂമ്മയുടെ അവിടെയാണ്. ഓ, നമ്മുടെ പാച്ചിക്ക സംവിധാനം ചെയ്ത നോക്കത്താത്ത ദൂരത്ത്. അപ്പോൾ എറണാകുളത്തായിരുന്നു ലൊക്കേഷൻ സമയത്ത് എനിക്ക് സിനിമയിൽ അന്നൊന്നും അഭിനയിക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ഒരുമാതിരി പുച്ഛമായിരുന്നു ഈ ഫീൽഡിലോട്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയ്ക്കും സിനിമ ഫാമിലി അല്ല, കാരണം നമുക്കൊരു ഡോക്ടർ ആവണമെന്നും, കാരണം അങ്ങനെ ആയിരുന്നു. ഞാനും അങ്ങനെയാണ് വിചാരിച്ചത്, ഡോക്ടർ ആവണമെന്ന്. ഒടുക്കം ഡോക്ടർ കല്യാണം കഴിക്കേണ്ടി വന്നു. അപ്പോൾ അമ്മൂമ്മ ഇങ്ങനെ ലൊക്കേഷനിൽ വീട്ടിൽ വന്നിട്ടാണ് ഡ്രസ് ചേഞ്ചും മേക്കപ്പും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു, നീ വേണമെങ്കിൽ അമ്മൂമ്മയുടെ കൂടെ പോ, ചിലപ്പോൾ നല്ല അഭിനയിക്കാൻ ചാൻസ്. എനിക്ക് അഭിനയിക്കൊന്നും വേണ്ട പറഞ്ഞിട്ട് ഞാൻ അമ്മൂമ്മയുടെ വെറുതെ ഒന്ന് പോയി. എല്ലാവരും ഫോഴ്സ് ചെയ്തുകൊണ്ടൊന്ന് പോയി. അല്ലെങ്കിൽ ഫാസിൽ സാർ കണ്ടു പറഞ്ഞിട്ട് അമ്മൂമ്മയുടെ അവിടെ തൊട്ടടുത്ത ഒരു ഷൂ കടയിലൊന്നും ഇരിക്കുമോ? ഞാൻ പറഞ്ഞു, ഞാൻ ഇരിക്കുമൊന്നുമില്ല, എനിക്ക് അഭിനയിക്കാനൊന്നും ഇഷ്ടമല്ല. പക്ഷെ എല്ലാവരും എന്നെ ഫോഴ്സ് ചെയ്യിപ്പിച്ച് അവിടെ ഇരുത്തി. കിങ് ഷൂസ് അപ്പം അതാണ് എൻ്റെ ഫസ്റ്റ് ഇത്. പക്ഷെ അന്ന് തൊട്ട് എനിക്കെന്തോ ഇതിലെന്തോ സ്റ്റഫ് ഉണ്ട്. ആക്ടിങ് എന്ന് പറഞ്ഞ ഒരു ബ്ലെസ്സിങ് ആണ്. എല്ലാവർക്കും കിട്ടാത്തൊരു ഭാഗ്യം അല്ല, എല്ലാവർക്കും കിട്ടില്ല. അപ്പം അന്നാണ് എനിക്കൊരു ഇൻസ്പിറേഷൻ എനിക്ക് വന്നത്. അതേമാതിരി തന്നെ വിനീതും. വിനീത് ഞങ്ങളുടെ തലശ്ശേരിയിലെ ഫാമിലിയിൽ ആരും ഇങ്ങനത്തെ ട്രിവാൻഡ്രം സൈഡിൽ വേറെ മാതിരി എന്ന് വെച്ചോളൂ. അവർ ഭയങ്കര കൺസർവേറ്റീവ് ഫാമിലിയാണ്. അതും ലോട്ട് ഓഫ് മുസ്ലിം ഇൻഫ്ലുവൻസ് ആണ് തലശ്ശേരിയിൽ. അപ്പം ഞാനാണ് ഫസ്റ്റ് ഡോക്ടറിനില്ല. അപ്പോൾ കുറേ ആളുകൾ എന്നെ കാണാൻ വരും. മൈ ഫാദർ ആൻഡ് ഹോൾ ഫാമിലി വാസ് വെരി നൈസ് ടു മീ. അപ്പോൾ വിനീതിൻ്റെ അമ്മയ്ക്ക് കല്യാണം കഴിഞ്ഞിട്ട് വിനീത് 2 വയസ്സ് 3 വയസ്സായിരിക്കുമ്പോൾ എപ്പോഴും എൻ്റെ റൂമിൽ വന്നിരിക്കും. പറയും, വലിമ എൻ്റെ അമ്മയെടുത്ത് പറ, അച്ഛനെടുത്ത് പറ, എങ്ങനെയെങ്കിലും അവരെ കൺവിൻസ് ചെയ്ത് എനിക്ക് ഡാൻസ് പഠിക്കണം എന്ന് പറയും. അപ്പോൾ ആ ഫാമിലിയിൽ നിന്ന് ആരും ഇങ്ങനെ കലാരംഗത്ത് ഇറങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ശാന്ത ഷീസ് എ ഗൈനക്കോളജിസ്റ്റ്, ഡോക്ടറാണ്. അപ്പോൾ അവർ ശാന്ത ഇങ്ങനെ വിനീതിന് വളരെ പൊട്ടൻഷ്യലുണ്ട്, വൈ ഡോണ്ട് എൻകറേജ്.
അപ്പോൾ അത് അവരെ കൺവിൻസ് ചെയ്തു. എന്നിട്ട് ആ തലശ്ശേരിയിൽ ആരുമില്ല പഠിപ്പിക്കാനായിട്ട്. കാലിക്കറ്റിൽ MT വാസുദേവൻ നായരുടെ വൈഫ് സരസ്വതി അടുത്താണ് നീതി പഠിച്ചത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലുള്ള വലിയ ആക്ട്രസ് അല്ലേ ശോഭന? ശോഭനയെ പറ്റി നമുക്ക് ഈ സമയത്ത് ഈ പ്രോഗ്രാമിന് ശോഭന വരാനിരുന്നതാണ്, പക്ഷേ ഒരുപാട് തിരക്കുകളും ഡാൻസസും. അതായത് നമ്മുടെ എൻ്റെ അമ്മൂമ്മ ശോഭനയ്ക്ക് ഒത്തിരി എനർജി ഉണ്ട്. ഇതൊക്കെ ക്രിയേറ്റഡ് ബൈ നമ്മുടെ ഫാമിലി ട്രഡീഷൻ. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് ഇയർ അല്ലേ നമ്മുടെ ആഡ് ചെയ്തത്, ഞാനൊരു ആഡ് ചെയ്യാൻ പോയി. പപ്പിയമ്മ ഉണ്ടായിരുന്നു, മദ്രാസിലായിരുന്നു, ഒരു സിൽക്സിൻ്റെ ആരാണ്. അപ്പോൾ ഞാൻ അമ്മൂമ്മയോട് ജസ്റ്റ് കാരണം ഹെൽപ്പ് ചെയ്യാൻ പോയി. കാരണം ഒന്ന് കാണണം അമ്മൂമ്മ എങ്ങനെയാണ്, കാരണം ഒത്തിരി കേട്ടിട്ടുണ്ടോ ആൾക്കാർ ഇങ്ങനെ പറയണ കേൾക്കും. പപ്പിയമ്മയോടെ പോയാൽ ഇത്ര എനർജിയാണ്. അപ്പോൾ എനിക്കറിയില്ല, കാരണം നമ്മൾ പണ്ട് പോയിരിക്കുന്ന ഇപ്പോൾ പോയിരിക്കുന്ന ഡിഫറൻസ് ഇല്ല, ഇത്രയും ലോങ് ടൈം ഒരു ഗ്യാപ്പിൽ പോയത്. അപ്പോൾ ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയി. അവിടെ പോയപ്പോൾ തമിഴന്മാരൊക്കെ എണീറ്റ് അവരിയ്ക്കുന്നില്ല. പപ്പിയമ്മയുടെ മുമ്പിൽ വെച്ച് ആരും ആഹാരം കഴിക്കുന്നില്ല. അയ്യോ മുടിയാതെ ശിവാജി സാറിൻ്റെ കൂടെ ഇപ്പോഴും പോപ്പുലർ ആരൊക്കെ എപ്പടി സാപ്പിട മുടി ഇവർ മുന്നാലെ. അത് മാത്രമല്ല രാവിലെ 7 മണിയെന്ന് പറഞ്ഞാൽ അമ്മൂമ്മ അവിടെ 6:45 എത്തിയിരിക്കും. ഞാൻ പോലും നമ്മൾ തന്നെ ഒരു മാക്സിമം ഒരു 10 മിനിറ്റ് ലേറ്റ് ആകാൻ നോക്കുകയുള്ളൂ. കൃഷ്ണ 6:45 ഇവിടെ എത്തിയിരിക്കണം, അല്ലെങ്കിൽ ഞാൻ പോകുമെന്ന് പറയും. 6:45 അവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുമില്ല, കഴിക്കണ്ട, ഷോർട്ട് റെഡി സർ, അത്രയും എനർജിയാണ്. ഈ ലളിത, പത്മിനി, രാഗിണി ഇവരിൽ 3 പേരിൽ ആരുടെ ഛായയാണ് കൂടുതൽ ശോഭനയ്ക്ക് കിട്ടിയിട്ടുള്ളത്? ഇറ്റ്സ് എ കോമ്പിനേഷൻ. അതല്ലേ, മുഖം ചിലവർ പറയുന്നത് എന്നെ മാതിരി ഇരിക്കണമെന്ന് പലരും പറയും. സുമാരിയമ്മയൊക്കെ പറയണം ചില സീക്വൻസ് കാണും, ശരിക്കും പപ്പിയക്കനെ കാണാം. അതെ, പിന്നെ ദേഹമെല്ലാം രാഗിണിയുടെ, ബിക്കോസ് ടോൾ അല്ലേ, കൈയെല്ലാം ലോങ് ആയിട്ട്. ഷീസ് എ വണ്ടർഫുൾ ഗ്രേറ്റ് ഡാൻസർ ആൻഡ് വെരി ക്രിയേറ്റീവ്. അവളെ മാതിരി നട്ടുവങ്കെല്ലാം അവൾ തന്നെത്താനെ കമ്പോസ് ചെയ്യും. ജത്തീസ് ഫുള്ളി ഡെഡിക്കേറ്റഡ് ടു ഡാൻസ് അല്ലേ. ഈവൻ ആക്ടിങ്ങിന് വന്നാൽ പോലും ഗ്രേറ്റ് ആക്ട്രസ് എങ്കിൽ പോലും എപ്പോഴും ഈ ഡാൻസും അതിന്റെ കാര്യങ്ങളുമാണ് വേറെ ഒന്നുമില്ല മനസ്സിൽ. ഞങ്ങളും അങ്ങനെ തന്നെ. ഞങ്ങൾ 3 പേരും ഉള്ളപ്പോഴത്തേക്കും എനിക്കാണ് ഇമ്പോർട്ടൻറ്റ് റോൾസ് എപ്പോഴുമേ കിട്ടിയിട്ടുള്ളത്. ദാറ്റ്സ് ബിക്കോസ് ഓഫ് മൈ ലുക്സ് ഐ തിങ്ക്. ഐ ഡോണ്ട് നോ. ലളിത കൂടുതലും ഷീ വാസ് എ ഗ്രേറ്റ് ഡാൻസർ ആൻഡ് ആക്ട്രസ്. പക്ഷെ അവരുടെ ഷീ ഈസ് മെയ്ഡ് ലൈക്ക് ഒരു വാമ്പ് മാതിരി അങ്ങനത്തെ. ഷീ ഹാസ് ഓൾസോ ആക്ടഡ് ആസ് എ ഹീറോയിൻ. ദേവദാസിലെല്ലാം ആക്ട് ചെയ്തിട്ടുണ്ട്. രാഗിണി വന്ന് മോസ്റ്റ്ലി കോമഡിയൻ റോൾസ്. പക്ഷെ അവരും നല്ല റോൾസ് ചെയ്തിട്ടുണ്ട്. ഭാര്യയിൽ ചെയ്തിട്ടുണ്ട്, നല്ല റോളല്ലേ. പിന്നെ ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. മുസ്ലിം കഥാപാത്രങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. തുറക്കാത്ത വാതിൽ തുടങ്ങിയ സിനിമ ചെയ്തിട്ടുണ്ട്. നസീർ സാറിൻ്റെ കൂടെ ഒരുപാട് റോളുകൾ നല്ല ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ ആക്ട്രസ് ആയിട്ട് ഇപ്പം ഞങ്ങളുടെ ഒരു ഗ്രാൻഡ് മദർ ഇമേജ് നോക്കുവാണെങ്കിൽ, എൻ്റെ ഗ്രാൻഡ് മദർ ലല്ലുമ്മ ഞാൻ 1.5 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയി. ഓർമ്മയില്ല. അപ്പോൾ എൻ്റെ കാലം മൊത്തം ഞാൻ അമ്മൂമ്മയുടെ കൂടെയാണ്. എനിക്ക് അമ്മൂമ്മ ഇപ്പം അമേരിക്കയിൽ നിന്ന് 1 മാസത്തേക്ക് വന്നാൽ ഞാൻ അമ്മയുടെ അടുത്ത് പറയും, അമ്മ ഞാൻ ഇവിടെ ഇല്ല, ഞാൻ അവിടെ പോയിട്ട് ഞാൻ ആ റൂമിൽ അമ്മൂമ്മയുടെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ്. കാരണം ഞങ്ങളുടെ ഫാമിലിക്ക് മൊത്തം ഈ പപ്പിയമ്മ വന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓടി വരും. ആ വീട്ടിലൊരു പാർട്ടിയാണ്, ഒരു ബഹളം. എന്നിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ട് സ്നേഹം, അത്രമാത്രം സ്നേഹം നമുക്ക് തരുന്നുണ്ട്. എന്താണ് അങ്ങനെ കൊച്ചുമക്കളോട്, ഈ ആർട്ടിസ്റ്റായ മക്കളോട് മാത്രമല്ലോ അങ്ങനത്തെ സ്നേഹം? മറ്റൊരിടത്തും പറയാം, പക്ഷെ അധികം പറയണത് നമ്മളെ ഇവരാകുമ്പം മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യില്ല. മറ്റൊരിടത്തും ഇങ്ങനെ ചെയ്ത് തെറ്റെന്ന് പറഞ്ഞാൽ അവർ പറയും പോകുന്നു പറയും. ഇവരുടെ കൂടെയൊക്കെ ഇത്ര ഹീറോസിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു നായകൻ ആരാണ്? ഒരു പ്രകടനത്തിലായാലും അല്ലെങ്കിൽ പെരുമാറ്റത്തിലോ ഒക്കെ ഒരു? അത് ശിവാജി ഗണേശൻ എപ്പോഴും പറയാം. പറയണ്ടേ, ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അഡ്മയർ ചെയ്യണ്ടേ. അത് ഞങ്ങൾക്ക് 2 പേർക്കും ബെസ്റ്റ് പെർഫെക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. മലയാളത്തിൽ അമ്മയുടെ കൂടെ അഭിനയിച്ചിട്ടുള്ള, ഇപ്പൊ നസീർ സാറിന്റെ കൂടെ ഒരു സിനിമ മാത്രമേ അഭിനയിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. സത്യൻ സാറിന്റെ കൂടെയാണ് കൂടുതൽ സിനിമകൾ അഭിനയിച്ചിട്ടുള്ളത്. 2 അതല്ലേ, വിവാഹിതയും സ്നേഹസീമയും. അമ്മയുടെ കൂടെ അഭിനയിച്ചതിൽ ഇന്ന് പലരും ജീവിച്ചിരിപ്പില്ല, നമ്മളോടൊപ്പം ഇല്ല. വേദനയോടെ തന്നെ അവരെ പറ്റി ഓർക്കാം. ഇന്ന് ജീവിച്ചിരിക്കുന്ന അപൂർവം ചിലരിൽ ഒരാൾ, അമ്മയുടെ കൂടെ അഭിനയിച്ചിട്ടുള്ള ഒരാളെ, ഒരു സർപ്രൈസ് ഗസ്റ്റാണ്. അത് ആരാണെന്ന് ഞാൻ അമ്മയോട് പറയില്ല. സ്നേഹസീമ എന്ന് പറയുന്ന സിനിമയിൽ തന്നെ അമ്മയോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ബഹുമാന്യനായ നടനെ ഞാനിത് വേദിയിലേക്ക് ക്ഷണിക്കാം. കൃഷ്ണയ്ക്കും ഒക്കെ പരിചയമുള്ള ആളാണ്. നമുക്ക് നോക്കാം ആരാണ് ആ നടന്നത്. ഞാൻ സമാഗമത്തിലെ അടുത്ത അതിഥിയെ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. ഹലോ, എത്ര വർഷങ്ങളായി കണ്ടിട്ട്? അതെ അതെ, ഒരുപാട് വർഷങ്ങളായി. അപ്രതീക്ഷിതമായി. ആദ്യമായിരുന്നു ഇരിക്കണം. ആദ്യമായിട്ട് നമ്മള് അഭിനയിച്ച പടം ഇത്. ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അമ്മയുടെ കൂടെയാണ്. ഏത് സിനിമയായിരുന്നു?
1954 ഒക്ടോബർ 24 സ്നേഹസീമ എന്ന ചിത്രത്തിൽ അച്ഛനായിട്ട് എൻ്റെ മകളായിട്ട് അഭിനയിക്കുകയാണ്. ഓ ശരി. ഞാൻ അച്ഛൻ. അന്ന് പപ്പിയമ്മ വലിയ സ്റ്റാർ അല്ലേ അന്ന്? ഒന്ന് തമിഴിലെ വലിയ പേരെടുത്ത് നിൽക്കുന്നു, വലിയ സ്റ്റാർ. ഞാനൊരു പുതിയ നടൻ, തുടക്കക്കാരൻ. പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു വന്നു ഉടനെ അങ്ങോട്ട് ഈ സിനിമയിൽ അഭിനയിക്കുന്നു. അതാ അന്ന് കാണേണ്ടെന്ന് പറഞ്ഞാൽ അന്ന് പ്രശസ്തരായ ലളിതാ പത്മിനി, രാഗിണി എന്നൊക്കെ പറഞ്ഞാൽ അവിടെ പിറപ്പിക്കുന്ന ഒരു കാലഘട്ടമല്ലായിരുന്നു. അന്നൊക്കെ എങ്ങനെ ഭയങ്കര ജാട കാണിച്ചിരുന്നു? ജാടയൊക്കെ കുറെ ഉണ്ടായിരുന്നു. അല്ല കുറച്ചൊക്കെ എന്നുവെച്ചാൽ അന്നത്തെ പേരിന്റെ സഹിക്കാൻ വയ്യാത്ത ജാടയല്ല, അവര് സിനിമാ താരം എന്നുള്ള രീതിയിൽ. പക്ഷേ അവരുടെ കൂടെ എനിക്ക് അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം വേറെ വല്ലതും ഉണ്ടായിരുന്നു. മനോഹരമായ ഒരു മീശയൊക്കെ അന്ന് എടുത്തിട്ട് ഒരു വലിയ മീശ ഇങ്ങോട്ട് വെച്ച് അമ്മയുടെ അപ്പനായിട്ട് അഭിനയിക്കുകയാണ്. പൂപ്പള്ളി തോമസ് എന്നും പറഞ്ഞ ഒരു 75 വയസ്സ് പ്രായമുള്ള ഒരു വലിയ പണക്കാരനായിട്ട്. സത്യൻ അതിലെ നായകൻ. അയാളൊരു പാവപ്പെട്ട കുടുംബത്തിലുള്ള ഇവർ തമ്മിലുള്ള പ്രേമമാണ് അതിലെ കഥ. അന്നത്തെ ഇത്രയും പ്രശസ്തയായ ഒരു താരത്തിനോടൊപ്പം ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ, അതും ആ നായികയുടെ അച്ഛനായിട്ടൊക്കെ അഭിനയിക്കേണ്ടി വന്നപ്പോൾ എന്തായിരുന്നു അന്ന് സാറിന് തോന്നിയത്? വാസ്തവം പറഞ്ഞാൽ എനിക്ക് ഒരു അത്ഭുതമായിട്ടാണ് തോന്നിയത്. അത്ഭുതത്തിൻ്റെ അങ്ങേപ്പുറത്ത് വലിയ സന്തോഷം തോന്നിയത് ഞാൻ എൻ്റെ ആദ്യത്തെ ഇതിൽ തന്നെ എനിക്ക് ഇത്രയും വലിയൊരു വേഷം കിട്ടുകയും, വലിയൊരു വേഷമാണ്. ആ വേഷം എന്ന് പറയുന്ന ഒരു വലിയ അന്നത്തെ തമിഴ് രാജ്യത്ത് പ്രശസ്തി നേടി നിൽക്കുന്ന ഒരു വലിയ സുന്ദരിയായ ഒരു നടിയുടെ കൂടെ ആ നടിയുടെ അപ്പനായിട്ട് അഭിനയിക്കാൻ ഭാഗ്യം കിട്ടുമെന്ന് പറഞ്ഞാൽ അതിൽ കൂടിയ ഭാഗ്യം പിന്നെ എന്തോന്നാണ്. അത്രത്തോളം ഇതായിരുന്നു. സെറ്റിലൊക്കെ അവരും അന്നൊരു 10, 24, 23 വയസ്സ് പ്രായം വരുള്ളൂന്ന് എനിക്ക് തോന്നുന്നു. അത്രയും വരാൻ വഴിയില്ല. എനിക്കും 10, 29 വയസ്സ് പ്രായമുള്ളൂ. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, അമ്മയും കല്യാണം കഴിച്ചിട്ടില്ല. സത്യം തുറന്നു പറഞ്ഞാൽ എനിക്കന്ന് പേടിയുണ്ടായിരുന്നു. നമ്മളത് പറഞ്ഞില്ല തല്ലുകൊള്ളൂ എന്നുള്ളത്. കല്യാണം ഒന്ന് ആലോചിച്ചാൽ എന്തെന്ന് എനിക്കൊരു ഇതുണ്ടായിരുന്നു. അതെ, അല്ല അന്നത്തെ ആ സ്ഥിതി, പ്രായത്തിന്റെ ഇത് വെച്ച് നോക്കുമ്പോൾ അത് സംഭവിക്കാം, ചിന്തിച്ചു പോകാം. ഞാനും നല്ല തടിയും നല്ല ആരോഗ്യം നല്ല സുന്ദരനായിട്ട് വന്നിരിക്കുന്ന ഒരു കാലഘട്ടം. അവരും ഇപ്പോൾ ലളിതാൽപ്പ രാഗിണി എന്ന് പറഞ്ഞാൽ അവർ വിവാഹമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇപ്പം എനിക്കെന്താ ആലോചിച്ചൂടാ, ഞാനൊരു പുരുഷനല്ലേ, പിന്നെന്താ എനിക്ക് ആലോചിക്കും. ഞാനും സിനിമ എന്ന് പറഞ്ഞാൽ പോകുകയല്ലേ. അപ്പം അന്ന് ആലോചിച്ചിരുന്നെങ്കിൽ എന്ത് പറയുമായിരുന്നു അമ്മ? ഞാൻ പറയും അമ്മ എടുത്ത് ചോദിക്കാൻ പറയും. അമ്മ എന്ത് ചെയ്യും? അമ്മ പറയും വേണ്ടെന്ന്. അടിക്കൊന്നുമില്ല, വേണ്ടെന്ന് പറയല്ലേ? വേണ്ടെന്ന് പറയും. അത് സ്വാഭാവികമാണല്ലോ. അത്ര യങ് ഏജില് കമ്മിറ്റ്മെന്റ്സ് ഇല്ലേ, പിന്നെ കല്യാണം ഒരു കാര്യം സത്യമാണ്. തീർച്ചയായിട്ടും ഞാൻ കല്യാണം ആലോചിച്ചാൽ അമ്മ വേണ്ടെന്ന് പറയില്ല ആയിരുന്നു. എനിക്ക് നല്ല പൂർണ്ണ വിശ്വാസം. ഞാൻ പറയും. അത് വേറെ കാര്യം. അമ്മ പറയില്ലെങ്കിൽ ഞാൻ പറയും. അത് ശരിയാ. കാരണം കല്യാണത്തെ പറ്റി അതല്ല ഒരു വിശ്വാസം. അതല്ല, എനിക്ക് ഡാൻസിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, സിനിമയിൽ അഭിനയിക്കുക. കല്യാണത്തോടുകൂടി എങ്ങനെ സെറ്റിൽ ചെയ്യണം അപ്പോഴത്തെ ആഗ്രഹമില്ല. കല്യാണം ഒന്നും ആലോചിക്കുക പോലും ചെയ്യാത്ത പ്രായമാണത്. ആലോചിച്ചില്ല, ചിന്തിച്ചിട്ട് പോലില്ല. ഡാൻസ് സിനിമ എന്നല്ല വേറെ ഒരു വിചാരമില്ല. പിള്ളച്ചേട്ടനാണെങ്കിൽ സിനിമയിൽ ആദ്യമായി വന്നപ്പോൾ തന്നെ സിനിമയെ പറ്റിയല്ല ചിന്തിച്ചു, ആദ്യമേ കല്യാണത്തെ പറ്റിയാണ് ആലോചിച്ചത്. അത് തെറ്റ്. സിനിമയെ പറ്റി വേണം ഒരു ആളിനെ കണ്ടപ്പോൾ ഞാനും കല്യാണ പ്രായമായി ഞാനും സിനിമയിലേക്ക് കാലുകുത്തുകയാണല്ലോ. ഈ സ്നേഹസീമ മാത്രം അഭിനയിക്കാൻ പറ്റിയിട്ടുള്ളൂ. അത് മാത്രമേ അമ്മയുടെ കൂടെ അഭിനയിച്ചിട്ടുള്ളൂ. അല്ല പറയാം, രാഗിണിയുടെ കൂടെ, ഇവരുടെ സഹോദരി രാഗിണിയുടെ കൂടെ ഒരുപാട് സിനിമകൾ അഭിനയിച്ചു. എനിക്ക് തോന്നുന്നത് അമ്മയേക്കാൾ കൂടുതൽ മലയാള സിനിമകൾ ചെയ്തിട്ടുള്ളതും രാഗിണി അമ്മ തന്നെയാണ് അല്ലേ? കലയും കാമിനിയും. ഇപ്പൊ പറയായിരുന്നു സത്യൻ സാറിന്റെ കൂടെ 2 സിനിമ അഭിനയിച്ചിട്ടുള്ളൂ, നസീർ സാറിന്റെ കൂടെ 1 സിനിമ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷെ മലയാളികൾക്ക് ഇന്നും അന്ന് മലയാളത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു നായികയായിട്ട് തന്നെയാണ് ഞങ്ങൾ എന്നും കണ്ടിട്ടുള്ളത്. സ്നേഹസീമ എന്ന് പറയുന്ന അന്നത്തെ ഒരു വലിയ ചിത്രമായിരുന്നു, അല്ലെ പേരെടുത്ത ചിത്രമായിരുന്നു. അന്ന് ആ ചിത്രത്തിൽ പി ലീല പാടിയ ഒരു ഗാനമുണ്ട്, കണ്ണും പൂട്ടി ഉറങ്ങൂ, കണ്ണും പൂട്ടി ഉറങ്ങുകൻ കണ്ണേ കണ്ണേ പുന്നാര പൊന്നുമകളെ, താരാട്ടുപാടുവാൻ അച്ഛനുണ്ടല്ലോ, താളം പിടിക്കുവാൻ അമ്മയുണ്ടല്ലോ, താരണി തൂമുഖം സൂക്ഷിച്ചു നോക്കിയൻ പൊൻകൂടത്തിനെ കണ്ണു വയ്ക്കാതെ. ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും പാട്ട് ഓർമ്മയുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. അതേമാതിരി അധ്യാപികയാണ് ഏറ്റവും ഷോർട്ട് പീരീഡിൽ ആക്ട് ചെയ്തത്. എനിക്കൊന്നും ഒരു 20 ഡേയ്സിലാണ്. പക്ഷെ ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്തു. പി സുബ്രഹ്മണ്യം സാറാണ് ഡയറക്ഷൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്യാരക്ടർ. ഈ ഒരുപാട് കാലം ഇവിടെ ഒരു താരമായിട്ട് നിന്ന്
അല്ലെങ്കിൽ ഒരുപാട് പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരുടെയും മനസ്സിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു കല്യാണം കഴിച്ചിട്ട് ഇവരൊക്കെ ഉപേക്ഷിച്ച് പെട്ടെന്ന് അങ്ങനെ അമേരിക്കയിലൊക്കെ പോയപ്പോൾ എന്ത് തോന്നി? അമേരിക്കയിൽ ഞാൻ 70-ലല്ലേ പോയത്. അല്ല അതോടുകൂടി പിന്നെ സിനിമയായിട്ടൊക്കെ ഇല്ലല്ലോ. അല്ല പിന്നീട് വന്ന സിനിമ 61 കല്യാണം കഴിഞ്ഞു. 62 എൻ്റെ സണ്ണായി. അത് കഴിഞ്ഞ് 62 കഴിഞ്ഞിട്ട് ഞാൻ ഒരു സിനിമയിൽ ആക്ട് ചെയ്തു, കാട്ടുറോജ എന്നൊരു പടത്തിൽ. അല്ല ഇവിടുന്ന് പോയി പിന്നീട് വളരെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വരുന്നത് നോക്കത്താ ദൂരത്ത് കണ്ണുനട്ടിൽ അഭിനയിക്കാൻ. അത് 84-ലല്ലേ? അല്ല അങ്ങനെയല്ലേ വരുന്നത്? അല്ല അത് കഴിഞ്ഞ് ഞാൻ 68 തില്ലാന മോഹനാമ്പാൾ ചെയ്തു. ഓ 68 അത് കല്യാണത്തിന് ശേഷമാണ് അതൊക്കെ അല്ലേ? അതെ, കല്യാണത്തിന് ശേഷം. ഒരു മലയാളി ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എപ്പോഴും കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത് മലയാളത്തിൽ അഭിനയിക്കാനാണോ അതോ തമിഴിൽ അഭിനയിക്കാനാണോ? ഞാൻ തമിഴിൽ. അതെന്താണ്? അല്ല തമിഴിൽ എനിക്ക് കുറച്ചുകൂടി ഫ്ലുവൻ്റ് ആയിട്ട് വരും. മലയാളത്തിലും അഭിനയിക്കാം, പക്ഷേ അധികം എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. ശരി. തെലുങ്കിൽ സംസാരിക്കും ഞാൻ. തെലുങ്ക്, ബംഗാളി അറിയാം, എനിക്ക് റഷ്യൻ അറിയാം. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ സിനിമയിൽ വന്നുകൊണ്ട് മാത്രമായിരിക്കും ഇത്രയധികം ഭാഷകൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇൻട്രസ്റ്റ് വേണം. സാറ് പിന്നെ ഇപ്പോഴും സജീവമായിട്ട് സിനിമയിലുള്ള ആളും കൂടെ ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അന്നത്തെ ആർട്ടിസ്റ്റിന് കുറെ കൂടെ ഡെഡിക്കേറ്റഡ് ആയിരുന്നു സിനിമയോട്? അല്ലെങ്കിൽ ഞാൻ ഈ ഡയലോഗ് പഠിക്കുന്ന കാര്യം മുതൽ ചോദിക്കുകയാണ്. അന്നൊക്കെ ഇത് മുഴുവൻ പഠിച്ച് പ്രസന്റ് ചെയ്യണം. ഇന്നിപ്പോൾ ഈ ജോലി ഒരുപാട് എളുപ്പമായി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതിപ്പോഴാണല്ലോ. അതെ, അതാ ഞാൻ അന്നത്തെ കാലത്ത് അതല്ല, നമ്മൾ മുഴുവനും ഇത് പഠിച്ച് തന്നെ സംസാരിക്കണം, സിസ്റ്റം ഇല്ലല്ലോ. ഇല്ല. അപ്പോൾ അന്നത്തെ ആർട്ടിസ്റ്റുകൾ കുറച്ചുകൂടെ ഡെഡിക്കേറ്റഡ് ആയിരുന്നു ഈ ജോലിയോട്. അതെ, തീർച്ചയായിട്ടും. ആദ്യകാലത്ത് അഭിനയിച്ച സിനിമകളിൽ കൂടുതൽ എടുത്തിട്ടുള്ളത് മെരിലാൻഡ് അല്ലേ, നീല പ്രൊഡക്ഷൻസ് തന്നെയാണ്. നീല പ്രൊഡക്ഷൻസ് പിന്നെ സാരഥി ശ്രീ സുബ്രഹ്മണ്യം കുമാർ നമ്മോടൊപ്പം ഈ വേദി പങ്കിടാൻ, അതും ഇത് ചേച്ചിയുടെ സമാഗമമായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം വളരെ താല്പര്യപൂർവ്വം ഇതിൻ്റെ ഗസ്റ്റായിട്ടൊക്കെ ആരെ വിളിക്കണം എന്ന് ചോദിച്ചാൽ വളരെയധികം പത്നിയമ്മ അത് ഇൻസിസ്റ്റ് ചെയ്ത് പറഞ്ഞ ഒരാളാണ് ശ്രീ സുബ്രഹ്മണ്യം കുമാർ. അദ്ദേഹം ഈ വേദി പങ്കിടാൻ നമ്മോടൊപ്പം എത്തിയിട്ടുണ്ട്. ഞാൻ ഈ വേദിയിലേക്ക് വിനയപൂർവ്വം ക്ഷണിക്കട്ടെ ശ്രീ സുബ്രഹ്മണ്യം കുമാർ. മറക്കാൻ പറ്റുമോ? അതന്നെ. അച്ഛനെ എനിക്ക് എത്രയോ വർഷം, ഞാൻ കൊച്ചിലെ 5 വയസ്സ് തൊട്ട് എനിക്കറിയാം. നീലയുടെ സ്റ്റുഡിയോയിൽ ചെയ്ത സിനിമകളെന്ന് പറഞ്ഞാൽ അധ്യാപിക, കുമാരസംഭവം, അതെ അല്ലേ? അതെ, 2 സിനിമകളും. അന്നൊക്കെ ഈ അധ്യാപികയൊക്കെ ചെയ്യുമ്പോഴും അന്നത്തെ വലിയ അറിയപ്പെടുന്ന താരമല്ലേ? ഇവരെ ഈ താരത്തിനേക്കാളും കൂടുതൽ എനിക്ക് ഇവരുമായിട്ടുള്ള അടുപ്പം എന്ന് വെച്ചാൽ ഫാമിലി. ഇവർ 3 സഹോദരിമാരാണ്, ലളിത, പത്മിനി, രാഗിണി. അത് 3 പേര് എൻ്റെ സഹോദരങ്ങളെ പോലെയാണ്. അവർക്കും ഞാനൊരു ചേട്ടനെ പോലെയാണ്. അമ്മയെ സംബന്ധിച്ചോളം ഞാൻ അവരുടെ മൂത്തമ്മനെ പോലെ കണക്കാക്കിയില്ല. എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും എന്നോട് പറയുക. പപ്പിയെ സംബന്ധിച്ചിടത്തോളം, ഞാൻ പപ്പിയെന്നാണ് വിളിക്കുക, പപ്പിയെ സംബന്ധിച്ചോളം ഉള്ളതെന്ന് വെച്ചാൽ അന്ന് തമിഴിലെ ഏറ്റവും പ്രഗത്ഭരായ പ്രൊഡ്യൂസർമാർ AVM ചെട്ടിയാർ, നമ്മുടെ ജമിനി വാസൻ, പിന്നെ സുന്ദർ, ഇവരെല്ലാം ഇവരെല്ലാം വലിയ പ്രൊഡ്യൂസർ. അന്നത്തെ ഏറ്റവും വലിയ പ്രൊഡ്യൂസർ വളരെ സ്റ്റുഡിയോ ഓണേഴ്സ്. അന്ന് അവരാണ് പടം സാധാരണ എടുക്കുന്നത്. പപ്പി ആദ്യം വന്ന അധ്യാപികല്ല പൊൻകതിർ. അതാണ് നസീറിന്റെ ഫസ്റ്റ് പടം. അതെ, നസീറിന്റെ ആദ്യ പടമാണ് പൊൻകതിർ. മരുമകളല്ല, അല്ല, അതിന് മുമ്പാണ് ഞങ്ങളുടെ പ്രൊഡക്ഷൻ പൊൻകതിറാണ്. അതാണ് ലളിത ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞാൽ പത്നി എഴുതുന്ന അധ്യാപികയാണ്. ഈ അധ്യാപികയുടെ കഥ എന്താണെന്ന് വെച്ചാൽ, ഒരു കുടുംബത്തിന് വേണ്ടി ഒരു പെൺകുട്ടി വർക്ക് ചെയ്ത് രാവിലെ എണീറ്റ് വീട്ടു ജോലിയൊക്കെ ചെയ്ത് അച്ഛനും അമ്മയ്ക്കും ചാപ്പാട് കൊടുത്ത് അനിയന് ജോലിക്ക് പറഞ്ഞു വിട്ട് എല്ലാം കഴിഞ്ഞ് സ്കൂളിൽ വന്ന് പിള്ളേരെ പഠിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് ട്യൂഷൻ എടുത്ത് പിന്നെ വീട്ടിൽ വന്ന് പിറ്റേ ദിവസം രാവിലേക്കുള്ള എല്ലാം ഉണ്ടാക്കി വെച്ച് അങ്ങനെ ഒരു വിശ്രമമില്ലാത്ത ജീവിതമാണ്. ഏതാണ്ട് ഇവരുടെ ജീവിതമായിട്ട് മാച്ച് ചെയ്ത് പോകുന്നതാണ്. കഷ്ടപ്പെടുക. പക്ഷേ ആ പടം അതിൻ്റെ എൻ്റെ ഒടുക്കം നല്ല എൻ്റെ വെച്ചാൽ ആ ഒടുക്കം ഇവരൊക്കെ പിരിഞ്ഞിട്ട് പിന്നെ TB രോഗം വന്ന് രക്തഛർദ്ദിച്ച് മരിക്കുന്നതായിട്ടാണ്. ആ പടം അന്നത്തെ സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ്. ഇന്നും ആ പടത്തിന് വലിയ മാർക്കറ്റാണ്. ഇന്നും അതിനെല്ലാം ഒരു പടം ഉണ്ടായിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ ആ കമ്മിറ്റ്മെൻറ്റ് 16 ദിവസം കൊണ്ട് ആ പടം തീർക്കാൻ കാരണം ഷോർട്ടസ്റ്റ് ഫിലിമാണ്. അന്ന് തീർക്കാൻ കാരണം മറ്റുള്ള ആർട്ടിസ്റ്റിന് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് രാത്രിയും പകലും കൊണ്ട് വർക്ക് ചെയ്ത് അത് തീർത്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വിളിച്ചത് കുമാരസംഭവത്തിലാണ്. കുമാരസംഭവത്തിനുള്ള ഒരു പ്രത്യേകത വെച്ചാൽ അന്ന് ഈ ഇന്നത്തെ പോലെ റെഡിമെയ്ഡ് ഗവൺമെൻറ്റ്സ് ഒന്നുമില്ല. രാവിലെ 6 മണിക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ മേക്കപ്പ് ഇട്ട് 7 മണിക്ക് പിന്നെ നമ്മൾ ഈ കോസ്റ്റ്യൂംസ് എല്ലാം വച്ച് തയ്ക്കണം.
അത് വച്ച് തയ്ക്കാന്ന് വെച്ചാൽ ടൈറ്റായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ ആ ടൈലറിന് ഇങ്ങനെ അത് 2 മണിക്കൂർ 2.5 മണിക്കൂർ എടുക്കും. അത് വെച്ച് കീഴിടാൻ വെച്ച് കഴിയുമ്പോൾ 9 മണിക്ക് സെറ്റിൽ കയറി കഴിഞ്ഞാൽ പച്ചവെള്ളം പോലും കുടിക്കാൻ നോക്കില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പച്ചവെള്ളമില്ല ഒന്നും കഴിക്കാൻ നോക്കില്ല വെച്ചാൽ ബാക്കിയുള്ള ടോയ്ലറ്റിൽ പോകാനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് ഈ രാത്രി 9 മണിക്ക് മേക്കപ്പ് അടിക്കുന്നവരെ ഒന്നും കഴിക്കത്തില്ല. അതാണ് ആ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ആർട്ടിസ്റ്റിന് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അത് കഴിഞ്ഞാൽ അഴിച്ച് വെച്ചിട്ട് ഹാപ്പിയായിട്ട് അപ്പോഴും ഇവർക്കുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ ചിരിച്ചിട്ടേ പറയുള്ളൂ. ഈ ദേഷ്യമോ അല്ലെങ്കിൽ വിഷമൊന്നുമില്ല. ഇതൊക്കെ അഴിച്ച് വയ്ക്കുമ്പോഴാ എല്ലാം അഴിച്ച് ഇനി ചായ കുടിക്കാൻ കാപ്പി ഉണ്ടാകും അങ്ങനെ ഒരു സ്വഭാവം ആദ്യം മുതലേ അങ്ങനെയുള്ള ഒരു സ്വഭാവമായിപ്പോയി. ഇവരുടെ 3 പേരുടെയും സ്വഭാവത്തിൽ എന്തൊക്കെയായിരുന്നു വ്യത്യാസം? അതെ, വ്യത്യാസം എന്ന് വെച്ചാൽ മൂത്ത ചേച്ചി ലളിത ചേച്ചി എന്ന് വെച്ചാൽ കുറച്ചുകൂടി കട്ടൻ റൈറ്റാണ്. ഒരാളിനെ ഇഷ്ടമില്ല, പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റില്ല, ടെമ്പർമെൻറ്റാണ്, എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങളെ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് പറ്റില്ല. അല്ലെങ്കിൽ നമ്മളൊരിപ്പോൾ സീൻ കൊടുത്തു, ഈ സീൻ എനിക്ക് ഇഷ്ടമല്ല, ഞാൻ ചെയ്യത്തില്ല, നിങ്ങൾ വേറെ ആരും വെച്ച് ചെയ്യൂ എന്ന് പറയും. അതേ സീൻ ഇപ്പോൾ പപ്പിയുടെ കൊടുക്കുകയാണെങ്കിൽ വായിച്ചിങ്ങനെ നോക്കിയിട്ട് മനസ്സിൽ തോന്നും ശരിയല്ല. ആ ഡയറക്ടറോട് പറയും, സാർ നിങ്ങൾ ഈ സീൻ വായിച്ചൊന്നും എനിക്ക് ഓർമ്മയില്ല. അതെന്താ അങ്ങനെ ചോദിക്കുന്നത്? ഇല്ല, ഇത് ഞാൻ അഭിനയിച്ച് നിങ്ങൾ ഡയറക്റ്റ് ചെയ്ത് എനിക്ക് ചെറിയ ചീത്തപ്പേര്, പക്ഷേ നിങ്ങൾക്ക് അതിനേക്കാളും ഭയങ്കര ചീത്തപ്പേര് വരും. അത് വേണമെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് വളരെ ചിരിച്ച് അതുകൊണ്ട് സാർ ഇതൊന്ന് മാറ്റിയാൽ കുറച്ച് ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞാൽ എല്ലാ ഡയറക്ടറും ശരി മാറ്റി വെച്ചേക്കാം. എന്ന് വെച്ചാൽ നമുക്ക് പിന്നെയും കാണേണ്ടത് മാറ്റി വയ്ക്കാം. 3ാമതൊരാളുണ്ട്, അത് കുറച്ചുകൂടെ കോമഡിയാണ്, കുറച്ചുകൂടെ കോമഡിയാണ്. എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? ഇത് അപ്പടി ഞാൻ ചെയ്യണം, വേണമെങ്കിൽ പറയാം, നിങ്ങൾക്ക് പറയണമെങ്കിൽ ഞാൻ പറയാം. ഇതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. അതിലും വളരെ സോബറായിട്ടുള്ളത് പത്മിനിയാണ്, ദേഷ്യം പറ്റില്ല. ലളിത, പത്മിനി, രാഗിണി, ഈ 3 പേരിൽ ആരോടായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം? എനിക്കോ? ആർക്ക്? സാറിന്. അത് ആർക്കോ ലോർക്കോ? അല്ല, സാറിന് കൂടുതൽ ഇഷ്ടം. അല്ല, എൻ്റെ ഒരു ഫ്രണ്ട് എന്നുള്ള ഒരാൾ, പക്ഷേ ലളിതയായിരുന്നു. ഒരു കുറച്ച് തമാശയും ഒക്കെ അവരാണ് ആദ്യം വന്നത്. എന്താണെന്നറിയാമോ, ഞാൻ ഒരിക്കലും അവൈലബിൾ അല്ല. എപ്പോഴും സ്റ്റുഡിയോ ആണ് എൻ്റെ സെക്കൻഡ്. ഏറ്റവും കൂടുതൽ ടെമ്പർമെന്റ് ഉള്ള പക്ഷേ എന്നോട് ടെമ്പർമെന്റ്സ് ഒന്നും ഇല്ലായിരുന്നു. ഭയങ്കര ജോക്കല്ലാണ്ട്. അതെ, അങ്ങനെയുള്ള ഓർമ്മകൾ പങ്കുവെക്കാനാണ് നമ്മൾ ഇത്തരം സമാഗമം എന്ന് പറയുന്ന ഇങ്ങനെയുള്ള പരിപാടികൾ എപ്പോഴും. അതിന് പിള്ളസാറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. സ്നേഹസീമ എന്ന ചിത്രത്തിൽ അമ്മയുടെ അച്ഛനായിട്ടാണ് അഭിനയിച്ചത്. എന്നാൽ അമ്മയോടൊപ്പം അച്ഛനായി അഭിനയിച്ച വേറൊരാൾ കൂടെയുണ്ട് വേറൊരു പടത്തിൽ. നോക്കത്താ ദൂരത്തിൽ പള്ളിയിൽ അച്ഛനായി അമ്മയോടൊപ്പം അഭിനയിച്ച. പള്ളിയിൽ അച്ഛനായിട്ട്? എൻ്റെ അച്ഛനായിട്ട് അല്ലല്ല, അതാ ഞാൻ പറഞ്ഞു. ഒന്ന് അച്ഛനായിട്ടാണെങ്കിൽ മറ്റൊന്ന് അച്ഛനായിട്ടാണ്. അച്ഛനായി അഭിനയിച്ച നമ്മുടെ മലയാളികളുടെ പ്രിയങ്കരനായ മലയാളത്തിൻ്റെ മഹാനായ നടൻ ശ്രീ നെടുമുടി വേണുചേട്ടനെ ഞാൻ ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് ആനയിച്ചു കൊള്ളട്ടെ. അമ്മയുടെ മാത്രമല്ല, ഞങ്ങൾ ഒരുപാട് പേരുടെ ഫേവറേറ്റ് നടനാണ് വേണിച്ചേട്ടൻ. ഏത് ക്യാരക്ടറും അതേ എത്ര ഡിഫറെന്റ് ക്യാരക്ടർ ആക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം അതെ, ജീവിക്കും, ക്യാരക്ടറായിട്ടേ മാറും. ഇപ്പൊ ഈ അച്ഛനെ പറ്റി തന്നെ പറയാം. എനിക്ക് വേണം വേണിച്ചേട്ടൻ 10-15 അച്ഛന്മാർ അഭിനയിച്ച പോരാ, അത് കൂടുതലുണ്ടാവും. എൻ്റെ കൂടെ എല്ലാം ഡിഫറെന്റ്. അതെ, ഈ നോക്കത്താ ദൂരത്ത് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്താണ് വേണിച്ചേട്ടൻ ആദ്യം കാണുന്നത്. അതെ 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 അതെ. അല്ല, ഇപ്പോൾ ചേച്ചിയെ ഒരു കൂടെ അഭിനയിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കല്ലല്ലോ നമ്മൾ കാണേണ്ടത്. നമ്മുടെ തലമുറ കാണേണ്ടത് ഈ കുട്ടനാടാണല്ലോ എൻ്റെ ജന്മസ്ഥലം. അപ്പോൾ സിനിമ എന്നൊക്കെ പറയുന്നത് കാണാൻ പോലും അവസരങ്ങളില്ലാത്ത സമയത്താണ് ചേച്ചിയൊക്കെ സിനിമയിൽ വെല്ലിക്കൊടി പാറിച്ച് നടക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴെങ്കിലും സിനിമ വരുമെന്നോ അങ്ങനൊന്നും ഒരിക്കലും സ്വപ്നം പോലും കണ്ടിട്ടില്ല. സിനിമ കാണാൻ തന്നെ വല്ലപ്പോഴും അവസരം കിട്ടുള്ളൂ, അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ മലയാളത്തിൻ്റെ പേര്, കേരളത്തിൻ്റെ പേര് പുറത്തറിയിച്ച ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, സാഹിത്യകാരന്മാരുണ്ട്, കലാകാരന്മാരുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിലും ഈ നൃത്തം എന്ന് പറയുന്ന ഒരു കലാരൂപം, അത് പൊതുവേ നമ്മൾ ഈ ഭരതനാട്യം പോലെയുള്ള കലാരൂപങ്ങളൊക്കെ ഈ തമിഴരുടെ ഒരു കുത്തകയായിട്ടാണ് പഴയ കാലത്ത് വെച്ചിരുന്നത്. ഭരതനാട്യം ആയാലും ശരി, നാഗസ്വരം പോലുള്ള കർണാടക സംഗീതം പൊതുവെ അങ്ങനെയാണ്. അക്കാലത്താണ് ഈ തിരുവിതാംകൂർ സഹോദരിമാർ എന്ന് പറഞ്ഞിട്ട് 3 പേര് പോയി ഇന്ത്യ മുഴുവൻ വെട്ടിപ്പിടിക്കുന്നത്. അവർ 3 പേരും കേരളത്തിൽ. അപ്പോൾ നമ്മൾ അന്ന് തന്നെ ഇത് കേട്ടറിഞ്ഞിട്ടുണ്ട്. പിന്നെ
ഒരുപാട് പിന്നെ കഥകളിങ്ങനെ ഇവരെ പറ്റി കേൾക്കാറുണ്ട് നമ്മൾ. എന്നുവെച്ചാൽ പിന്നെ നല്ല ആചാരവാഹുക്കളായ സഹോദരന്മാരുണ്ട്. അപ്പോൾ അങ്ങനെ എവിടെയോ പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ ഇവരെ 3 പേരെയും പിന്നെ കിഡ്നാപ്പ് ചെയ്യാനായിട്ട് ആരോ വരുന്നു. ഉടനെ ഇവർ 3 പേരും ഇറങ്ങി 10-100 ആളുകളെ അടിച്ച് പാലത്തിൽ നിന്ന് വെള്ളത്തിലിടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വലിയ വീരസാഹസിക കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ടൊരു രാജ പരിവേഷമാണ് ശരിക്കും ഈ 3 പേർക്കും നമ്മൾ കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ എന്നെ സംബന്ധിച്ചോളം വളരെ ഒരു പ്രസക്തമായൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഭരതനാട്യം പഠിച്ചിട്ടുണ്ട്, ഒരുമാതിരിപ്പെട്ട ഈ നൃത്തരൂപങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഈ ജനസാമാന്യങ്ങൾക്ക് പ്രിയങ്കരമായ ഒരു കലാരൂപം ഒരു നൃത്തം രൂപപ്പെടുത്തി വന്നത് ഗുരു ഗോപിനാഥിൻ്റെ ശിക്ഷണത്തിലാണ്. അതെ. അപ്പം ഗുരു ഗോപിനാഥ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തൊട്ട് അടുത്ത കരയാണ്, ചമ്പക്കുളമാണ്. ചമ്പക്കുളവും നെടുമ്പിടിയും ഒരു പുഴയുടെ അക്കരയും ഇക്കരയുമുള്ള സ്ഥലങ്ങളാണ്. ഇപ്പം ഭഗവത്ഗീത പോലെയുള്ള ഗീതോപദേശം അതൊക്കെ വളരെ പ്രസിദ്ധമായിരുന്നു അന്നത്. അതൊന്നും കേട്ടിട്ടില്ല, അതൊക്കെ ഈ വായിച്ചറിഞ്ഞതും പടങ്ങൾ കണ്ടിട്ടുള്ളതാ. പിന്നെ ചമ്മട്ടിയും പിടിച്ചിട്ടുള്ള അർജുനൻ ആയിട്ടും പിന്നെ കൃഷ്ണനായിട്ടല്ലേ ചേച്ചി, അർജുനൻ. ലളിത ചേച്ചി ഉണ്ടായിരുന്നല്ലോ. ലളിത ചേച്ചി അംബിക ചെയ്തിട്ടുണ്ട്. ഉണ്ട്. അല്ല, നേരത്തെ വേണിച്ചേട്ടൻ പറഞ്ഞോളൂ, ഇപ്പം നൃത്തരൂപത്തിൽ ഇന്ത്യ ഒട്ടാകെ അല്ലെങ്കിൽ ലോകമൊട്ടാകെ ശ്രദ്ധിക്കപ്പെടാം. ഇത് അതോടൊപ്പം തന്നെ അഭിനയകലയിലും അതിങ്ങനെ രണ്ട് പാരൽ അങ്ങനെ കൊണ്ടുപോകുന്ന പോവുകയാണ്. വേറൊരാളെ നമുക്ക് പറയാനില്ല. വേറൊരാളെ പറയാനില്ല. അങ്ങനെ ശിവാജി ഗണേശൻ സാർ ഞാൻ ഒന്നിച്ചൊരു സിനിമയിൽ അഭിനയിച്ചു. നമുക്ക് ഓർക്കാൻ ഇതൊക്കെയാണുള്ളത്. ആ തലമുറയിൽ നിന്ന് ചേച്ചിയുടെ കൂടെ അഭിനയിച്ചു, ശിവാജി ഗണേശൻ സാറിൻ്റെ കൂടെ അഭിനയിച്ചു എന്നൊക്കെ പറയുന്നതാണ് നമ്മുടെ ഒരു സത്യത്തിൽ ഒരു വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ സാർ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ അഭിനയത്തെ പറ്റിയും പിന്നെ ബിഹേവിയറിനെ പറ്റിയൊക്കെ ഒരുപാട് നമ്മളിത് വാതോരാതെ പറയുമായിരുന്നു പിന്നെ ശിവാജി ഗണേശൻ സാർ. പിന്നെ നോക്കത്താ ദൂരത്തിൽ ഒന്നിച്ച് അഭിനയിച്ചു. അത് വളരെ രസകരമായ സംഭവം വെച്ചാൽ തുമ്മൽ ഭയങ്കര ദേഷ്യമാണ്. അങ്ങനെയാണ് വഴി പോകുന്ന വഴിക്ക് ആരെങ്കിലും തുമ്മിയ തിരിഞ്ഞിരിക്കും ആണ്. അപ്പം ഞാൻ വളരെ ചേച്ചിയേക്കാളൊക്കെ ഒരുപാട് പ്രായമുള്ള അച്ഛനാണ് ഞാൻ. ഈ താടിയും പിടിയൊക്കെ വളർത്തി വളരെ നരച്ച അച്ഛനാണ്. പക്ഷേ ഈ ഇദ്ദേഹം പ്രശ്നം നിൽക്കുമ്പോഴാണ് ഇവർ അകത്ത് കയറി വരുന്നത്. ഇവരെ കാണുമ്പം ഇങ്ങനെ തുമ്മൽ വരും. ഒന്നും ഉണ്ടായിട്ടല്ല, ഒരു സൈക്കോളജിക്കൽ ഇതാണ്. അതൊരു നല്ല 1-2 സിറ്റുവേഷൻസ് ഉണ്ട് അതിനകത്ത്. പിന്നെ പറഞ്ഞതുപോലെ ഏറ്റവും ജനപ്രിയ സിനിമകളിൽ അഭിനയിച്ചു. പിന്നെ ഈ അരവിന്ദനെ പോലെ അത്യുന്നതമായ സിനിമാ സൗന്ദര്യ സങ്കല്പമുള്ള അത്തരം സിനിമകളിലും ചേച്ചി അഭിനയിച്ചു. വാസ്തുഹാരയിൽ അഭിനയിച്ചു. അപ്പോൾ പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു പിന്നെ ഇവർ 3 പേരുണ്ടെങ്കിൽ ഇപ്പം ചേച്ചി മാത്രമാണ് നമ്മുടെ കൂട്ടത്തിൽ ഭൗതികമായിട്ട് ഉള്ളത്. നമ്മൾ കൊടുക്കേണ്ടത് പലതും ഈ തലമുറയ്ക്കും ഒന്നും കൊടുത്തിട്ടില്ല എന്നൊരു ശരിക്കുള്ളൊരു തോന്നൽ നമുക്കുണ്ട്. കാരണം അവർ കീഴടക്കിയ സാമ്രാജ്യം, അവർ വ്യാപരിച്ച മേഖലകൾ അത്ര വിശാലമായിരുന്നു. അപ്പോൾ അവിടേക്കൊന്നും നമുക്ക് അതിനുള്ളൊരു അംഗീകാരം, ആദരവ് അതൊക്കെ നമ്മളിപ്പോൾ കൊടുക്കാൻ താമസിച്ചിരിക്കുന്നു. പക്ഷേ ഇത് എന്തായാലും നമ്മൾ ചെയ്യുന്ന ഒരു വലിയ സംഭവം തന്നെയാണ് ചേച്ചിയെ ഇവിടെ വിളിച്ചു വരുത്തി. ഒരുപക്ഷെ ഇതിൻ്റെ അങ്ങനെയുള്ള പുരസ്കാരങ്ങൾ കൊടുക്കേണ്ട ആളുകൾ ഇപ്പോൾ വേണിച്ചേട്ടൻ പറഞ്ഞൊരു വാചകമെങ്കിലും ശ്രദ്ധിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതെ, ഞാൻ പറഞ്ഞത് നമ്മൾ പുരസ്കാരം കൊടുക്കുക എന്നതല്ല, ആ ഒരു അംഗീകാരം. ഇപ്പോൾ തന്നെ ഞാൻ പറയാം, നമ്മളിപ്പോൾ ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പെട്ടെന്ന് ഒരു ഏജ് ഗ്രൂപ്പുകാർ ഒരു വലിയ ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. സിനിമയിലൊക്കെ ഇവരൊക്കെ ചെയ്തിട്ടുള്ള നൃത്തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഏറ്റവും ഹൈലൈറ്റ്സ് അല്ലേ, ഇന്ത്യൻ സിനിമയുടെ ഹൈലൈറ്റ്സാണ് ഇവർ ചെയ്തിട്ടുള്ള നൃത്തരംഗങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ചേച്ചിയോടൊരിക്കൽ, മൂത്ത ചേച്ചി, ഞാൻ പത്രത്തിൽ അന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ വെറുതെ സംസാരിച്ചിരുന്ന കൂട്ടത്തിൽ ഞാൻ ചോദിച്ചു, സിനിമയിൽ അഭിനയിക്കണമെന്ന് പിന്നെ തോന്നിയിട്ടുണ്ട് വിവാഹം കഴിഞ്ഞതിന് ശേഷം? അപ്പോൾ വിവാഹത്തിൻ്റെ തലേന്നും 2 കൂടി ഒരു ഷൂട്ടിംഗ് ഉണ്ട്, അത് കഴിഞ്ഞാണ് വിവാഹത്തിന് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ സിനിമ കാണാറുണ്ട്. അപ്പോൾ ചോദിച്ചു, ഇങ്ങനെ അഭിനയിക്കണം തോന്നുന്നുണ്ടോ? പിന്നെ ഇല്ല, അഭിനയിക്കണം തോന്നിയിട്ടില്ല. പക്ഷേ സിനിമയിൽ ഈ ചില കുട്ടികൾ നൃത്തം ചെയ്യുന്ന കാണുമ്പോൾ ഇത് ഇങ്ങനെയല്ല, ഞാനായിരുന്നു കുറച്ച് ഭംഗിയായിട്ട് ചെയ്യായിരുന്നു എന്ന് തോന്നുമായിരുന്നു പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയോടുള്ള ഒരു പക്ഷെ സാഹചര്യങ്ങളൊക്കെ മാറി. എന്നാലും ഇവർ ചെയ്തു വെച്ചത് സോളിഡായിട്ട് തിരുത്താൻ ആർക്കും പറ്റാത്ത തരത്തിൽ ഇനി ഒരു തലമുറ ഉണ്ടായാൽ പോലും തിരുത്താൻ വയ്യാത്ത തരത്തിലവിടെ നിൽക്കുകയാണ്. ചേച്ചിയുടെ ഒരു പ്രസൻസ് കാണുമ്പോൾ തന്നെ വേണിച്ചേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് പേർക്ക് അത്തരം ഒരു നൊസ്റ്റാൾജിയ അല്ലേ, അവരുടെ ആ ഒരു കാലഘട്ടത്തിലേക്ക് പോകാൻ ഈ പരിപാടി അതിനുതകുമെങ്കിൽ അതൊരു വലിയ കാര്യമാവട്ടെ. അത് തന്നെയല്ലേ വേണിച്ചേട്ടൻ്റെ ഈ വാക്ക് ആരെങ്കിലും കേൾക്കുമെങ്കിൽ ആ വാക്ക് കേട്ടിട്ട്
അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാനാവുമെങ്കിൽ തീർച്ചയായിട്ടും അല്ലേ നമ്മളായിരിക്കും അതിന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക. എന്താണ് ഞങ്ങളുടെ വേണുചേട്ടനെ കുറിച്ച് പറയാനുള്ളത്? ഞാൻ പറഞ്ഞില്ലേ മൈ ഫേവറേറ്റ്. കൂടെ അഭിനയിച്ചപ്പോൾ എന്ത് തോന്നി? ഈ വയസ്സനായ അച്ഛനായി നിന്ന് തുമ്മാനൊക്കെ? അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും, തമാശ പറയും. പക്ഷേ എത്രയോ കാലത്തിന് ശേഷമാണ് ഞാൻ അഭിനയിച്ചത്. 84-ലല്ലേ ഫാസിൽ പറഞ്ഞതുമാതിരി ഒരു നല്ല റോളിൻ്റെ ചേച്ചി അഭിനയിക്കും ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് ഞാൻ 6 മാസം ഇന്ത്യയിൽ താമസിച്ചു, ഇല്ലെങ്കിൽ അഭിനയിക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴാണ് ഷൂട്ടിങ് ചെയ്തത്. എൻ്റെ ആ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ടഫാണ്, എപ്പോഴും ഒരുമാരത്തെ ഒരു മൂടി ഗ്രാൻഡ് മദർ, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഷീ ഈസ് വെയിറ്റിംഗ്, ആൻറ്റിസിപ്പേറ്റിംഗ്. സ്നേഹം മുഴുക്ക് അകത്ത്, പുറത്ത് കാണിക്കാൻ അറിഞ്ഞൂടാ, പുറത്ത് റൂഡായിട്ട് ബിഹേവ് ചെയ്യും. നമ്മുടെ ഇന്ത്യയുടെ തെക്കേ അറ്റത്തുനിന്ന് പോയിട്ട് ഇങ്ങനെ വടക്കോട്ട് പോയി മുഴുവൻ വെന്നിക്കൂടി പറിച്ച കാര്യം പറഞ്ഞല്ലോ. അതുപോലെ വേറൊരു റെക്കോർഡും കൂടെ ഉണ്ട് വേണിച്ചേട്ടാ. ഈ ഒരു കുടുംബത്തിൽ നിന്ന് ഇത്രയധികം കലാകാരന്മാരും കലാകാരികളും വന്ന മറ്റൊരു കുടുംബവും ഇല്ല എന്ന് തന്നെ പറയാം. അതുപോലെയാണ് ഈ മേഖല തന്നെ പിന്തുടർന്നിട്ട് ഇവരുടെ കൂടെ നടന്ന് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ്. അതായത് ജനിച്ചപ്പോൾ മുതൽ കൂടെ പോയി പപ്പിയക്കൻ രാഗിയക്കൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടന്ന് ഈ തെക്കേറ്റം മുതലും വടക്കേറ്റം വരെ പോയി ലോകം മുഴുവൻ കീഴടക്കി അല്ലെ, അങ്ങനെ റെക്കോർഡ് സ്ഥാപിച്ച മറ്റൊരു വ്യക്തി കൂടി ഉണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടില്ല അത് ആരാണെന്നൊന്നും. ആ ആളെ ഞാനിവിടെ കൊണ്ടുവന്നിട്ട് ഞാനൊന്ന് വിളിക്കാം. ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നു പപ്പിയമ്മ അടുത്തിങ്ങനെ പപ്പയ്ക്കിന് അറിയാമല്ലോ, എന്തായാലും പപ്പയ്ക്ക് ഇവിടെ എത്തിയാൽ ഞാൻ വരാതിരിക്കില്ല എന്നുള്ളത് ഡെഫിനറ്റ് ആയിട്ട് വരുന്നുള്ള അറിയാം. ഇന്ത്യയിലെത്തിയാലോ കേരളത്തിലെത്തിയാലോ എവിടെ എത്തിയാലും പപ്പയ്ക്ക് അമേരിക്കയിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ പപ്പയ്ക്ക് എവിടെ ലാൻഡ് ചെയ്താലും ഞാൻ തൊട്ടടുത്ത് കാണും. ഈ നമ്മൾ സിനിമകൾ കണ്ടിട്ടുണ്ട്, പിന്നെ ഈ പറഞ്ഞാൽ ഒരുപാട് കേട്ടറിവുണ്ടെങ്കിലും ഈ മൊഹദാവിൽ നിന്ന് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയുന്നത് അല്ല, അന്നത്തെ കാലത്തെ കുറിച്ച് പഠിച്ച കാലം, അതിൻ്റെ ഗുരുനാഥന്മാരുടെ ശിക്ഷണങ്ങൾ, അമ്മയുടെ ചൊൽപ്പടിക്ക് നിർത്തുന്ന പരിപാടികൾ, ഇതെല്ലാം ചേച്ചിയുടെ കയ്യിൽ നിന്നാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. ഇപ്പം സിദ്ദിഖ് പറഞ്ഞ പോലെ ഒരു വേറൊരു റെക്കോർഡിൻ്റെ ഉടമയാണ് ചേച്ചി. ഈ ഒരു 10 മിനിറ്റ് സംസാരിച്ചാൽ അതിനകത്തൊരു പപ്പിയക്കൻ അല്ലെങ്കിൽ അല്ലേ രാഖിയക്കൻ ഉണ്ടാവും. ഡെഫിനറ്റ് ആയിട്ട് രാഖിയക്കൻ കാണും. വന്ന വഴി മറക്കാനൊക്കില്ലല്ലോ. ഇന്ന് നമ്മളിവിടെ ഇവിടെ ഇരിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് പപ്പിക്കൻ്റെ അമ്മയുടെ ഒരു അനുഗ്രഹമാണ്. അപ്പം നമ്മൾ വളർന്നതേ ലല്ലക്കൻ്റെയും പപ്പിക്കൻ്റെയും രാഖിക്കൻ്റെയും അവരുടെ ഇടയിൽ കിടന്നാണ്. അതൊരിക്കലും മറക്കാനൊക്കില്ലല്ലോ. സുമാരി ചേച്ചിയുടെ സമാഗമത്തിന് വന്നപ്പോൾ സുമാരി ചേച്ചിയുടെ സഹോദരിമാരെല്ലാവരും ഉണ്ട്, അനിയത്തിമാരെല്ലാവരും ഉണ്ട്. അപ്പോൾ അതിൽ 2 അനിയത്തിമാർ പറഞ്ഞത് ഇത് ഞങ്ങളുടെ ചേച്ചിയാണെന്ന് മനസ്സിലായത് ഒരുപാട് കാലം കഴിഞ്ഞാണ്. ഇത് മറ്റേ മദ്രാസിലുള്ള പപ്പിയക്കൻ രാഖിയക്കൻ അവരുടെ ഫാമിലിയിലെ ആളാണ്, അതുകൊണ്ട് നമ്മുടെ മൂത്ത സഹോദരിയാണെന്ന് അറിയില്ലായിരുന്നു. അത്ര ചെറുപ്പത്തിലെ പോയല്ലോ. പിന്നെ എപ്പോഴും ഇവരുടെ കൂടെ അല്ലേ ഈ എല്ലാ കലാരൂപങ്ങൾക്ക് പോകുമ്പോഴും അഭിനയിക്കാൻ പോകുമ്പോഴും. അപ്പോൾ അതാണ് സുമാരി ചേച്ചി ആദ്യം സിനിമയിൽ അഭിനയിച്ചതിനെ പറ്റിയൊന്നും അങ്ങനെ ഓർമ്മയില്ല, എപ്പോഴും അങ്ങ് അഭിനയിച്ചു എന്നാണ് പറയുന്നത്. ഡാൻസിന് മുമ്പ് നമ്മളും അവിടെ കാണും. പപ്പിയമ്മ ഒന്നും പറഞ്ഞില്ല സുമാരി ചേച്ചിയെ കുറിച്ചിട്ട്? സുമാരി ഇവിടെ ഞങ്ങളുടെ വന്നപ്പോൾ 3 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. അപ്പോൾ അവളുടെ അച്ഛനെ അവൾ വിളിക്കുന്ന മാമനാന്ന് വെച്ചാൽ ഞങ്ങളെ മാമൻ എന്ന് വിളിക്കുന്നുണ്ട്. അവളുടെ അച്ഛനല്ല വിളിക്കുന്നത്, മാമാന്നല്ല വിളിക്കുന്നത്. പക്ഷെ എല്ലാവരും അവളാണ് എല്ലാം ഇൻചാർജ്. എല്ലാം രാമായണത്തിന് പോകുമ്പോൾ ഡ്രസ്സ് ഇറക്കി വയ്ക്കുന്നത് എല്ലാം ഞങ്ങളെല്ലാം ഷൂട്ടിങ്ങിലായിരിക്കും. ഇവിടെ ഷൂട്ടിങ്ങിന് പോകും. 5 പേര് ഓരോരുത്തരും ഓരോ സൈഡിൽ പോകും. പക്ഷെ ഡാൻസ് റിഹേഴ്സലിൽ നമ്മൾ 9 മണി തൊട്ട് 9 മണി വരെ ചെയ്യില്ലേ. ഞാൻ പഠിക്കുന്നത് എങ്ങനെ ഷൂട്ടിങ് കഴിഞ്ഞ് വന്ന് രാത്രിയാണ് പഠിക്കുന്നത്. 9 മണി 2 മണി വരെ ഡാൻസ് പഠിക്കണം. ഈ അത്രയൊക്കെ ഡെഡിക്കേഷനോട് കൂടി അങ്ങനെയൊക്കെ പഠിച്ചിട്ടുള്ള ആ ഡാൻസൊക്കെ ഇപ്പോഴും ഓർക്കാനൊക്കെ നല്ല ഓർമ്മയുണ്ട്. ഞാൻ അമേരിക്കയിൽ ചെയ്തതല്ല, കണ്ണകി എന്ന് പറഞ്ഞൊരു ചെയ്തില്ല നമ്മൾ. ഫസ്റ്റ് വേലൂരിലാണ് നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്തത്. കരുണാനിധി വന്നു. പക്ഷെ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ശരി, അകത്തെല്ലാം ചിരിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. എന്നിട്ട് ഇങ്ങനെ പക്ഷെ രാഗിണിയമാതിരി രാമൻ എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ തന്നെ. ശരി, അങ്ങനത്തെ പേഴ്സണാലിറ്റി വേറെ ആർക്കും ഇല്ല. എന്നുവെച്ചാൽ അവളുടെ ഫീച്ചേഴ്സ്, ഹൈറ്റ് രാമനായിട്ട് ഇങ്ങനെ നിന്നാ എനിക്ക് തോന്നുന്നത് നിങ്ങൾ 3 പേരിൽ ഏറ്റവും കുറച്ച് പഠിച്ചിട്ടുള്ളത്
അവളധികം പഠിച്ചിട്ടില്ല, അതാണ് പക്ഷെ ഞാൻ അവൾക്ക് ഭയങ്കര ടാലൻറ്റഡ് ആണ്. കൊച്ചിലെ അവളെ കമ്പോസ് ചെയ്യും, ഡാൻസ് കമ്പോസ് ചെയ്യും, പഠിച്ചിട്ട് നല്ലവണ്ണം പാടും. അതുമാതിരി പാട്ട് ഇതാണ് GNB സാറാണ് അവളുടെ ഗുരു. പിന്നെ ഞങ്ങളുടെ നെയ്ബറായിരുന്നു MLVയും ഗുരുവാണ്. വളരെ നന്നായിട്ട് പാടും. അതേമാതിരി എല്ലാവരെയും ഇമിറ്റേറ്റ് ചെയ്യും, ഈ രാഖിയമ്മ ഭയങ്കര ഇമിറ്റേറ്റ് ചെയ്യും. imitate ചെയ്യും. ആ ശരി. അല്ല ആൻഡ് ഷീ റൈറ്റ്സ് വെരി വെൽ. ഇംഗ്ലീഷിൽ ലെറ്റേഴ്സൊക്കെ എഴുതണമെങ്കിൽ രാഗിണിയക്കൻ വളരെ നന്നായിട്ട് എഴുതും. അല്ല പപ്പിയമ്മയും അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുമെന്ന് കേട്ടിട്ടുണ്ട്. ശോഭനയുടെ മുഖമൊക്കെ എങ്ങനെയാണ് കാണിക്കും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ. എങ്ങനെയാണെന്ന്? ശോഭനയുടെ മുഖം ശോഭന എങ്ങനെയാണ് ഇരിക്കുന്നത്? ശോഭനയുടെ കണ്ണിങ്ങനെയാണ്? ശോഭനയുടെ മോഹം പപ്പയൻ്റെ മോഹം പോലെ അല്ല കുറച്ചും കൂടെ അതിന്റെ കറക്റ്റ് വരുത്തിയിട്ട് നമുക്ക് ശോഭനയുടെ മുഖച്ചായ കാണിച്ചു. അല്ലല്ല, ഞാൻ ആരോ പറഞ്ഞു കേട്ടു വിനീത് എന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്നു ആണോ? എന്ന് കേട്ടു. എൻ്റെ ഒപ്പം ചെയ്യില്ല, ഇമിറ്റേറ്റ് എന്ന് കേട്ടു. എങ്ങനെയാണ് ശോഭനയുടെ മുഖം എങ്ങനെയാണ് ഇരിക്കുന്നത്? എൻ്റെ മുഖമാരി അല്ല എന്നാലും കണ്ണൊക്കെ കുറച്ചുകൂടെ പോലെ ഇങ്ങനെ പിടിച്ചിട്ട് കാണിക്കില്ലേ ശോഭന? ഇങ്ങനെ ഇങ്ങനെയാണ് ശോഭന. കണ്ണിന് എങ്ങനെയൊക്കെ ശോഭന. ഏജ് ഡിഫറൻസ് ഇല്ലേ, ജനറേഷൻ ഗ്യാപ്പ് ഇല്ലേ? അതെ അതെ. പക്ഷെ കൂടുതൽ രൂപസാദൃശ്യം രാഗിണിയമ്മയുമായിട്ടാണ് അല്ലേ ശോഭന? അതെ, ബോഡി വൈസ്. ഇപ്പോഴും ഒരു ഡാൻസ് ചെയ്യേണ്ട ഒരു അവസരം വന്നാൽ തീർച്ചയായിട്ടും ചെയ്യാൻ ഞാൻ ഇഷ്ടം. പറഞ്ഞില്ലേ, ഒരു ലാസ്റ്റ് വീക്ക് ഐ ഡാൻസ്. ആ യേശുദാസ് പാടി ഞാൻ ഡാൻസ് ചെയ്തു. എവിടെ? അമേരിക്കയിലോ? ഇവിടെ ഇസൈക്കല്ലൂരി ഓ അത് ശരി. അടയാറില്. വിത്ത് കോസ്റ്റ്യൂംസ്? നോ കോസ്റ്റ്യൂം. ഞാൻ ചീഫ് ഗസ്റ്റാണ് പോയതാണ്. യേശുദാസ് പാടുന്ന കേട്ടോ എനിക്ക് ഭയങ്കര ഇത്. അദ്ദേഹത്തിൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു, പ്രഭയുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ലൈഫിൽ ആംബിഷൻ യേശുദാസ് പാടി ഞാൻ ഡാൻസ് ചെയ്യണമെന്നാണ്. എൻ്റെ വളരെ ഇഷ്ടമാണ് യേശുദാസിൻ്റെ പാട്ട്. അപ്പോൾ ഒരു റിഹേഴ്സൽ ഏതും പാടി, കൃഷ്ണാനി ബേഗനെ പാടി. അപ്പോൾ ഞാൻ തിരിഞ്ഞു നിന്ന് ഡാൻസ് ചെയ്തു. അപ്പം അവിടുത്തെ കുട്ടികളെല്ലാം പറഞ്ഞു തിരുമ്പി പറയുന്നത് ഞാൻ അവിടെ നിന്ന് ഡാൻസ് ചെയ്തു, കൃഷ്ണാനി ബേഗനെ ഡാൻസ് ചെയ്തു. അങ്ങനെ യേശുദാസിനെ പോലെ തന്നെ വളരെ ഇഷ്ടമുള്ള നെടുമുടി വേണു പാടിയാലും ഡാൻസ് ചെയ്യും. ചെയ്യാൻ പോണു. സുമാൻ ചേച്ചി എന്താ പപ്പയ്ക്കിൻ്റെ മുമ്പേ അല്ല അങ്ങനെയൊന്നുമില്ല. എത്രയോ ഡാൻസുകൾക്ക് കൂടെ പോവുകയും അസിസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. അയ്യോ നോക്കിക്കാതെ. പക്ഷെ വേൾഡ് റെക്കോർഡാണ്, വേൾഡ് റെക്കോർഡാണ്. ഞാൻ പറഞ്ഞില്ലേ പ്ലെയിനിൽ വരുമ്പോൾ ഗിന്നീസ് ബുക്കിൽ അവള് ഗിന്നീസ് ബുക്കിലാണ് ശരിക്കും. ഇത്രയും നമ്പർ ഓഫ് സിനിമയിൽ അഭിനയിച്ച ആളില്ല, ഇത്രയും നമ്പർ ഓഫ് ലാംഗ്വേജ് അഭിനയിച്ച ആളില്ല, ഇത്രയും നമ്പർ ഓഫ് വെറൈറ്റി ചെയ്ത ചെയ്ത ആള്. പിന്നെ ഒരേ സമയം നാടകവും സിനിമയും ചെയ്യുന്ന വേറെ ആൾക്കാർ നാടകം ചെയ്യാൻ പോണു, തുക്കളക്ക് ചെയ്യാൻ പോകുന്നു. അതെ. അതുപോലെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ റെക്കോർഡ് എന്ന് പറയുന്നത് ഇത്രയും കുറവ് റെസ്റ്റ് എടുത്തിട്ടുള്ള ഒരാളും ഉണ്ടാവില്ല. റെസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം റെസ്റ്റ് ഹൗസ് കണ്ടിട്ടേ ഇല്ല. ഏതാ പ്രിയമാൻ സാർ? പ്രിയമാൻ പ്രിയമാനസ നീ വാ വാ പ്രേമ മോഹന ദേവാ വാതിലു തുറന്നു നിൻ വരവും കാത്തിരിപ്പൂ ആടകൾ ആടകളാണി ഞന്റെ ആത്മനാഥാനിൻ മുന്നിൽ ആടണം ഏനിക്കുന്നു മനം കുളിരേ ദേവാ പ്രിയമാനസാ നീ വാ വാ പ്രേമ മോഹന ദേവാ വാതിലു തുറന്നു നിൻ വരവും കാത്തിരിപ്പൂ പത്മിനി ചേച്ചിയുടെയും സുഭാൻ ചേച്ചിയുടെ ഡാൻസിൽ ഞാൻ പാടിയിട്ടുണ്ടെന്ന് പറയാലോ. മൃദംഗം വായിച്ചിട്ടുണ്ടല്ലോ. അതല്ല, ഇപ്പൊ റെക്കോർഡായില്ലേ? പിന്നെ ഇപ്പൊ റെക്കോർഡായില്ലേ, നമുക്ക് പറയാലോ. പാടാറൊക്കെ ഉണ്ടോ? ചോദിച്ചാലേ പാട്ടൊക്കെ പാടാം. പിന്നെ ഞാൻ വലിയ വലിയ നർത്തകികളുടെ കൂടെ വലിയ വിശ്വപ്രസിദ്ധരായ നർത്തകികൾക്ക് വേണ്ടി ഞാൻ പാടിയിട്ടുണ്ട്. ആർക്കൊക്കെ പത്മിനി ചേച്ചിക്ക് വേണ്ടി പാടിയിട്ടുണ്ട്, സുഭാൻ ചേച്ചിക്ക് വേണ്ടി പാടിയിട്ടുണ്ട്.